Meet the editors. ചോദ്യം ഇതാണ്, എല്ലാം കേന്ദ്രത്തിന്റെ വഴിക്കും. പേഴ്സണൽ ഇത് നോക്കൂ, ഇത് ആദ്യമായിട്ടല്ല ഒരു മൃദു ഹിന്ദു സമീപനം VD സതീശനുണ്ട് എന്ന മട്ടിലുള്ള പ്രചരണം വരുന്നത്. പക്ഷേ ഇത് പ്രചരണമല്ല, ഇത് കുറച്ചുകൂടി കടുത്ത യാഥാർത്ഥ്യമാണ്. എനിക്കിതിൽ ഏറ്റവും ഗൗരവമായി തോന്നിയ ഒരു കാര്യം, സ്കൂളിൽ പ്രത്യേകിച്ച് LP സ്കൂളിൽ നടന്ന ഒരു ഫ്രീഡം ക്യൂസുമായി ബന്ധപ്പെട്ട് കേരള സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥന്മാർ ഇട്ട ചോദ്യപേപ്പറിൽ VD സവർക്കർ ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയായി വരുന്നു, ബ്രിട്ടീഷ് സർക്കാരിൻ്റെ കാലത്ത് ഏറ്റവും കൂടുതൽ ശിക്ഷ അനുഭവിച്ച സ്വാതന്ത്ര്യ സമര നായകൻ അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സേനാനി എന്ന മട്ടിലുള്ള ഒരു വിശേഷണം, ഒരു പുകഴ്ത്തൽ എങ്ങനെയാണ് VD സവർക്കറിന് ലഭ്യമാവുക എന്നതാണ്. ഇന്ന് അതിനുശേഷം മറ്റൊന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ചീഫ് സെക്രട്ടറിയുടെ കത്താണ്. വന്ദേമാതരവുമായി ബന്ധപ്പെട്ട കേന്ദ്ര നിർദ്ദേശങ്ങൾ പൂർണ്ണമായും പാലിക്കണം എന്നുള്ളതാണ് ചീഫ് സെക്രട്ടറി തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൊടുത്തിരിക്കുന്നത്. കേന്ദ്രത്തിൻ്റെ നിർദ്ദേശം എന്താ? പൂർണ്ണമായും ആലപിക്കണം വന്ദേമാതരം എന്നുള്ളതാണ്. അത് സംസ്ഥാന സർക്കാർ സംസ്ഥാനത്തെ രാഷ്ട്രീയ നയമായി സ്വീകരിച്ചിട്ടില്ലാത്ത ഒന്നാണ്. അതാണ് ചീഫ് സെക്രട്ടറി ഇപ്പോൾ ഒരു നിർദ്ദേശമായി നടപ്പാക്കണം എന്ന് പറയുന്നത്. വന്ദേമാതരം പൂർണ്ണമായി ആലപിക്കണമെന്നല്ല ചീഫ് സെക്രട്ടറി എഴുതിയിരിക്കുന്നത്. വന്ദേമാതരവുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശം പൂർണ്ണമായി പാലിക്കണം എന്നാണ്. ചുരുക്കത്തിൽ വന്ദേമാതരത്തിൽ തുടങ്ങി PMC അടക്കം ഒട്ടേറെ പ്രധാനപ്പെട്ട വിഷയങ്ങളുടെ മുന്നിൽ VD സതീശന് സർക്കാർ ഒരു മൃദു ഹിന്ദു സമീപനമാണോ സ്വീകരിക്കുന്നത് എന്ന ചോദ്യം നിലനിൽക്കവെയാണ് പുതിയ സംഭവ വികാസങ്ങൾ. എല്ലാം കേന്ദ്രത്തിൻ്റെ വഴിക്കോ? എല്ലാം കേന്ദ്രത്തിൻ്റെ വഴിക്കാണെന്ന് നമുക്ക് പറയാൻ കഴിയുന്ന ഒരുപാട് സാഹചര്യങ്ങൾ ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ഉണ്ടായിട്ടുണ്ട്. ഈ സർക്കാർ അധികാരത്തിൽ വന്ന് 82 ദിവസമാണ്. ഈ 82 ദിവസത്തിൽ ചുരുങ്ങിയത് 10 തീരുമാനങ്ങളെങ്കിലും കേന്ദ്ര സർക്കാരിനെ അനുകൂലിക്കുന്നതോ അതല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ രാഷ്ട്രീയവുമായി ചേർന്ന് നിൽക്കുന്നതോ ആയിട്ടുള്ള നിലപാടുകളും തീരുമാനങ്ങളുമാണ്. അതിപ്പോൾ അരുൺ പറഞ്ഞതുപോലെ PMC അടക്കമുള്ള ഒരുപാട് വിഷയങ്ങൾ അക്കൂട്ടത്തിലുണ്ട്. ഞാൻ അതിലേക്ക് വരുന്നതിന് മുൻപ് ഈ സർക്കാർ അധികാരത്തിൽ വന്ന പശ്ചാത്തലം നമുക്കറിയാം. കേരളത്തിലെ മതേതര വോട്ടുകൾ നേടിയാണ് മുഖ്യമന്ത്രി VD സതീശൻ സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വരുന്നത്, കേരളത്തിൽ UDF അധികാരത്തിൽ വരുന്നത്. ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺഗ്രസിൻ്റെയും UDFിൻ്റെയും പ്രചരണ വിഷയം എന്ന് പറയുന്നത് ഈ മതേതര വോട്ടുകളെ സ്വാധീനിക്കാനുള്ള പ്രചരണമായിരുന്നു. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണമായി ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് അന്നത്തെ പിണറായി വിജയൻ സർക്കാരിനെതിരെ ഉയർത്തിയ ആരോപണം എന്ന് പറയുന്നത് മൃദു ഹിന്ദുത്വ സമീപനം CPMനുണ്ട് എന്നതായിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട ആരോപണമായിരുന്നു PMC അന്ന് ഉയർത്തിയത്. വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറത്തെക്കുറിച്ച് പറഞ്ഞ മുസ്ലിം ജനവിഭാഗത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള വിദ്വേഷ പരാമർശത്തോട് ശക്തമായി പ്രതികരിച്ചില്ല എന്നതടക്കമുള്ള വിഷയങ്ങൾ, ഇത്തരം വിഷയങ്ങൾ ഉയർത്തിക്കാണിച്ച് CPMും BJPയും തമ്മിൽ ഡീൽ ഉണ്ട് എന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി VD സതീശൻ, അന്നത്തെ പ്രതിപക്ഷ നേതാവ്, ആ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തന്നെ തുടക്കമിട്ടത്. അപ്പോൾ ഒരു മതേതര വോട്ടുകളെ ആകർഷിക്കുക, പിണറായി വിജയൻ സർക്കാർ മൃദു ഹിന്ദുത്വ സമീപനം സ്വീകരിക്കുന്നു, നരേന്ദ്രമോദിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു, BJPക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു, സംഘപരിവാർ മൃദു സമീപനം സ്വീകരിക്കുന്നു എന്നൊക്കെ രാഷ്ട്രീയമായി വലിയ ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് ആ പ്രചരണം മുന്നോട്ട് പോയത്. അതിൻ്റെ ഫലമാണ് കേരളത്തിൽ UDFന് കിട്ടിയത്, UDF അധികാരത്തിൽ വന്നത്. അധികാരത്തിൽ വന്നതിന് തൊട്ട് പിന്നാലെ എടുത്ത തീരുമാനം എന്ന് പറയുന്നത് PMC നടപ്പാക്കാനാണ്. PMC നടപ്പാക്കാനുള്ള തീരുമാനം ഈ സർക്കാർ പ്രഖ്യാപിക്കുന്നത് കഴിഞ്ഞ സർക്കാർ ഒപ്പിട്ടതുകൊണ്ട് ഞങ്ങൾക്ക് മുന്നോട്ട് പോകണം എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. അടുത്ത കാലത്ത് കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രി നിത്യാനന്ദ റായ് പാർലമെൻറ്റിൽ പറഞ്ഞു, PMC വേണമെങ്കിൽ ഒപ്പിട്ടെങ്കിലും സംസ്ഥാന സർക്കാരുകൾക്ക് വേണമെങ്കിൽ പിന്മാറാം, കേരളത്തിലും വേണമെങ്കിൽ പിന്മാറാം, പക്ഷേ PMCയുമായി ബന്ധപ്പെട്ടുള്ള പദ്ധതികളുടെ ആനുകൂല്യം സർക്കാരിന് കിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. എന്നിട്ടും മുഖ്യമന്ത്രി VD സതീശൻ പറയുന്നത് PMCയുമായി മുന്നോട്ട് പോകുമെന്നുള്ളതാണ്. അപ്പോൾ ഈ സർക്കാരിൻ്റെ നിലപാട് എന്താണെന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു വിചിത്ര നിലപാടാണ്. അതായത് ചീഫ് സെക്രട്ടറി വിശ്വനാഥ് സിൻഹ ഇപ്പോൾ ഇറക്കിയിരിക്കുന്ന ഉത്തരവ്, കേന്ദ്ര സർക്കാർ എല്ലാ സംസ്ഥാനങ്ങൾക്കും കത്തയച്ചിട്ടുണ്ട്. ഹർഘർ തിരങ്ക, ഈ സ്വാതന്ത്ര്യ ദിനത്തോട് അനുബന്ധിച്ച് ഹർഘർ തിരങ്ക എന്ന പദ്ധതി കഴിഞ്ഞ തവണയും നടപ്പാക്കിയതാണ്. ഇത്തവണയും അത് എല്ലാ സ്കൂളുകളിലും അതുപോലെ തന്നെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന എല്ലാ ഇടങ്ങളിലും അത് പാലിക്കണം എന്ന് കേന്ദ്ര സർക്കാർ എല്ലാ സംസ്ഥാനങ്ങൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുള്ള കത്താണ് ചീഫ് സെക്രട്ടറിക്ക് വന്നത്. ഉടനെ ചീഫ് സെക്രട്ടറി ആ കത്ത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട്
എല്ലാ തദ്ദേശ വകുപ്പിന് കത്തയച്ചിരിക്കുന്നു. മറ്റ് വകുപ്പുകൾക്കും സ്വാഭാവികമായി ചീഫ് സെക്രട്ടറി കത്തയച്ചിരിക്കാൻ സാധ്യതയുണ്ട്. ഇത് നടപ്പാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കത്ത് നൽകിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ കേന്ദ്ര സർക്കാരിൻ്റെ ആ തിട്ടൂരം അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ ആ രാഷ്ട്രീയ നിർദ്ദേശം അതുപോലെ നടപ്പാക്കാൻ ഇവിടെ ഉദ്യോഗസ്ഥരുണ്ട്, ഇവിടെ ഒരു സർക്കാരുണ്ട് എന്നതാണ്. അപ്പോൾ ഇവിടെ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം ഇവിടെ ചോദ്യം ചെയ്യപ്പെടുകയാണ്. ദേശീയ തലത്തിൽ ഈ വന്ദേ മാതരം ഫുൾ സ്റ്റാൻസ് പാടുന്നതിനെ ശക്തമായി എതിർക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. ഈ കോൺഗ്രസിൻ്റെ കൽക്കട്ട സമ്മേളനത്തിലാണ്, വർക്കിംഗ് കമ്മിറ്റി യോഗത്തിലാണ് സ്വാതന്ത്ര്യത്തിന് മുൻപ് ഈ വന്ദേ മാതരത്തിലെ 4 സ്റ്റാൻസുകൾ അത് മതേതര നിലപാടുകൾക്കെതിരാണ് എന്ന് വിമർശനമുയർന്ന സാഹചര്യത്തിൽ ജവഹർലാൽ നെഹ്റുവാണ് മുൻകൈ എടുത്തുകൊണ്ട് ആ 4 സ്റ്റാൻസ് ഒഴിവാക്കുന്നത്. ആദ്യത്തെ 2 സ്റ്റാൻസ് മതി വന്ദേ മാതരത്തിന് എന്ന് പറഞ്ഞുകൊണ്ട് തീരുമാനമെടുക്കുകയും പിന്നീട് 1950 അതൊരു ദേശീയ ഗാനമായി അംഗീകരിക്കുകയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ കോൺഗ്രസ് ദേശീയ തലത്തിലൊരു നിലപാട് സ്വീകരിച്ച് 1950 മുതൽ വന്ദേ മാതരം എല്ലാ ഔദ്യോഗിക പരിപാടികളിലും ആലപിക്കുന്നുണ്ട്. നമുക്കറിയാലോ, കോൺഗ്രസിൻ്റെ സമ്മേളനം തുടങ്ങുന്നത് ഈ 4 വരി വന്ദേ മാതരം ചൊല്ലിക്കൊണ്ടാണ്. എല്ലാ സമ്മേളനവും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അങ്ങനെ ദേശീയ തലത്തിൽ കോൺഗ്രസ് ഒരു നിലപാട് സ്വീകരിക്കുമ്പോൾ അതിന് ഇപ്പോൾ അടുത്ത കാലത്ത് പാർലമെൻറ്റിലടക്കം ബില്ല് കൊണ്ടുവന്ന് ഈ വന്ദേ മാതരം മുഴുവനായും പാടണം, അടിച്ചേൽപ്പിക്കുന്ന തരത്തിൽ കേന്ദ്ര സർക്കാർ ഒരു നീക്കം നടത്തുമ്പോൾ അതിനെ രാഷ്ട്രീയമായി ദേശീയ തലത്തിൽ എതിർക്കുമ്പോഴാണ് കേരളത്തിൽ കേന്ദ്ര സർക്കാർ നൽകിയ ഈ ഒരു ഉത്തരവ് അതേപോലെ നടപ്പാക്കാനുള്ള നിർദ്ദേശം കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറി നൽകുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഇങ്ങനെ ഒരു തീരുമാനമുണ്ടാകുന്നത്? മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇതിന് നിർദ്ദേശം നൽകിയിട്ടുണ്ടോ? സർക്കാരുമായി കൂടിയാലോചിച്ച് ഇത് സർക്കാരിൻ്റെ നയപരമായ തീരുമാനമാണോ? അതിന് മുഖ്യമന്ത്രി വി ഡി സതീശൻ മറുപടി പറയണം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഏറ്റവും കൗതുകമുള്ളത്, വിദ്യാഭ്യാസ മന്ത്രി എൻ ശംസുദ്ദീൻ പറയുകയാണ്, ഗവർണറുടെ ഓഫീസിൽ നിന്ന് ലഭിച്ച നിർദ്ദേശമാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് കൈമാറിയ നിർദ്ദേശമാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് അത് നടപ്പാക്കിയേ പറ്റുള്ളൂ. ഗവർണർ പറയുന്നത് നടപ്പാക്കാൻ, അതേപോലെ നടപ്പാക്കാൻ ഗവർണർക്ക് രാഷ്ട്രീയം ഉണ്ടാകാൻ പാടില്ല. പക്ഷേ നിർഭാഗ്യവശാൽ പ്രതിപക്ഷ സംസ്ഥാനങ്ങളിലുള്ള എല്ലാ ഗവർണർമാർക്കും രാഷ്ട്രീയമുണ്ട്. പ്രതിപക്ഷ സംസ്ഥാനങ്ങളിൽ ഭരണസ്ഥിരത ഇല്ലാതാക്കാനുള്ള എല്ലാ നീക്കങ്ങളും പ്രതിപക്ഷ സംസ്ഥാനങ്ങളിൽ ഗവർണർമാർ നടത്തുന്നുണ്ട്. അപ്പോൾ അത്തരമൊരു രാഷ്ട്രീയ നീക്കം നടത്തുന്ന ഗവർണറുടെ നിർദ്ദേശം അതേപോലെ അംഗീകരിക്കാനാണോ കേരളത്തിൽ UDF സർക്കാർ എന്നൊരു ചോദ്യമുണ്ട്. ഏതായാലും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 82 ദിവസത്തിൽ 10 തീരുമാനങ്ങൾ. അതിൽ ഒന്ന് ഞാൻ PM ശ്രീ പറഞ്ഞു, രണ്ടാമത്തേത് വന്ദേ മാതരം പറഞ്ഞു, മൂന്നാമത്തേതാണ് ലൈഫ് മിഷൻ വീടുകളിൽ കേന്ദ്ര സർക്കാരിൻ്റെ എംബ്ലം പതിച്ചാൽ അതിൽ മോദിയുടെ ചിത്രമുണ്ടെങ്കിൽ എന്താ കുഴപ്പം എന്നാണ് വകുപ്പ് മന്ത്രി KM ഷാജി ചോദിച്ചത്. അവിടെ നിങ്ങൾ അങ്ങനെയല്ല തെരഞ്ഞെടുപ്പിന് മുൻപ് പറഞ്ഞത്. രണ്ടാമത്തെ വിഷയമാണ് ലേബർ കോഡുമായി ബന്ധപ്പെട്ട വിഷയം. ലേബർ കോഡ് നടപ്പാക്കണോ വേണ്ടയോ എന്ന് ചർച്ച നടത്താൻ വേണ്ടിയിട്ടല്ല തൊഴിലാളി സംഘടനകളുമായി ഈ സർക്കാർ ചർച്ചയ്ക്ക് പോകുന്നത്, ഇത് നടപ്പാക്കേണ്ടി വരും എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ലേബർ കോഡ് നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായി ലേബർ കോഡ് കൊണ്ടുവന്നതിന് പിന്നാലെ സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്നടക്കം ഒരു മുന്നറിയിപ്പുമില്ലാതെ തൊഴിലാളികളെ പിരിച്ചുവിടുന്ന ഒരു സാഹചര്യമുണ്ടായിട്ടും തൊഴിൽ കോഡ് നടപ്പാക്കാൻ ഈ സർക്കാർ മുന്നോട്ട് പോകുന്നു. കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശമാണ് കർശനമായി എല്ലാ സംസ്ഥാനങ്ങളിലും നടപ്പാക്കണമെന്നത്. മറ്റൊന്നാണ് ഏറ്റവും അപകടകരമായ സാധനം, ക്ഷേമ പെൻഷൻ. ഈ ക്ഷേമ പെൻഷൻ വീടുകളിൽ കൊണ്ടുപോയി കൊടുക്കേണ്ടതില്ല എന്നാണല്ലോ ഇപ്പോൾ കഴിഞ്ഞ ദിവസം സർക്കാർ ഇറക്കിയ ഉത്തരവെന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്ഷേമ പെൻഷൻ എന്തുകൊണ്ടാണ് വീടുകളിൽ കൊണ്ട് നേരിട്ട് കൊടുക്കാനുള്ള തീരുമാനം കഴിഞ്ഞ സർക്കാർ എടുത്തത്? അവിടെ കിടപ്പ് രോഗികളുണ്ട്, അതുപോലെ തന്നെ പ്രായമായ ആളുകളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ തന്നെ ബാങ്കുകളിലൊക്കെ വന്ന് വാങ്ങാൻ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ കേന്ദ്ര സർക്കാർ, നമുക്കറിയാം, കേന്ദ്ര സർക്കാരിൻ്റെ എന്തെങ്കിലും ക്ഷേമ പദ്ധതികൾ ഉണ്ടെങ്കിൽ അതെല്ലാം ബാങ്ക് വഴിയാണ് നൽകുന്നത്, സബ്സിഡിയൊക്കെ ബാങ്ക് വഴിയാണ് നൽകുന്നത്. അപ്പോൾ ഈ ഉത്തരവിൻ്റെ അവസാന ഭാഗം വളരെ കൗതുകമുള്ളതാണ്. ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ സംബന്ധിച്ച് കേന്ദ്ര മന്ത്രാലയത്തിൻ്റെ നിർദ്ദേശങ്ങൾ പാലിക്കപ്പെടാതിരുന്നാൽ കേന്ദ്ര സർക്കാർ നൽകുന്ന സാമ്പത്തിക സഹായങ്ങൾ സംസ്ഥാന സർക്കാരിന് നഷ്ടപ്പെടുന്ന സാഹചര്യം എന്നിവ പരിഗണിച്ച് കിടപ്പ് രോഗികൾക്കും ഒഴിവാക്കാൻ സാധിക്കാത്ത ഗുണഭോക്താക്കൾക്കും ഒഴിച്ച് ബാക്കി എല്ലാ ഗുണഭോക്താക്കൾക്കും ഇനി നേരിട്ട് ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യാനാകില്ല, ബാങ്ക് വഴി മാത്രമേ വിതരണം ചെയ്യാനാകൂ എന്ന് പറയുകയാണ്. അതായത് കേന്ദ്ര സർക്കാരിന് വേണ്ടി അങ്ങനെ ഒരു തീരുമാനം കൂടി നാലാമതായി എടുക്കുന്നു. അതുപോലെ തന്നെയാണ് ഇപ്പോൾ കാസർഗോഡ് ഗവൺമെൻറ് LP സ്കൂളിലല്ലേ, അവിടുത്തെ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് നടന്നിട്ടുള്ള ക്വിസ് മത്സരത്തിൽ ഇപ്പോൾ സ്വാതന്ത്ര്യ സമര സേനാനിയാക്കി സവർക്കറെ ഉയർത്തി കാണിച്ച ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നത്. സർവകലാശാല
നിയമനവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഈ സർക്കാർ എന്തെങ്കിലും ഒരു വിമർശനം ഉന്നയിച്ചിട്ടുണ്ടോ? അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരുമായി ഏറ്റുമുട്ടാനില്ല എന്നല്ലേ എല്ലാ ഘട്ടത്തിലും മുഖ്യമന്ത്രി വി ഡി സതീശൻ പറയുന്നത്? മാത്രമല്ല, ഈ സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വന്ദേമാതരം മുഴുവനായി ചൊല്ലിയപ്പോൾ ഒരു വിമർശനം പോലും ഈ സർക്കാരിനുണ്ടായിരുന്നില്ല. ഒരു വിമർശനം പോലും ഉണ്ടായിരുന്നില്ല. പിന്നീട് നടന്ന വാർത്താ സമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകർ ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ ഒരു വിമർശനം ഉന്നയിക്കാത്തത്? തമിഴ്നാട്ടിൽ അത് ചെയ്തില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ മാത്രമാണ് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറയുന്നത്, അത് ഞങ്ങൾ അറിഞ്ഞില്ല. ഗവർണർ ഓഫീസ് അങ്ങനെ പെട്ടെന്ന് അത് തീരുമാനിക്കുകയായിരുന്നു, അങ്ങനെ ചൊല്ലുകയായിരുന്നു, ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് പറഞ്ഞത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ടായി. RSS മേധാവി മോഹൻ ഭാഗവത്തിൻ്റെ ചടങ്ങിൽ കേരളത്തിലെ VC-മാർ പങ്കെടുത്ത സാഹചര്യം, അതിനും വിമർശനമില്ല. അതുകൂടാതെ ഗവർണർ നേരിട്ട് ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചു യോഗാ ദിനവുമായി ബന്ധപ്പെട്ട്, അതിനും വിമർശനമില്ല. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട് വരുന്ന ഓരോ നീക്കങ്ങളിലും കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശങ്ങളിലും ഒന്നും തന്നെ ഒരു രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ച് ഒരു തീരുമാനമെടുക്കുന്നതിൽ വി ഡി സതീശൻ സർക്കാരിൻ്റെ ഓരോ നീക്കങ്ങളും നമ്മൾ സംശയിക്കേണ്ടി വരും എന്നുള്ളതാണ്. കേന്ദ്ര സർക്കാരുമായി ഏറ്റുമുട്ടാനില്ല എന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ ആവർത്തിച്ച് പറയുന്നുണ്ട്. പക്ഷേ കേന്ദ്ര സർക്കാരുമായി ഏറ്റുമുട്ടാതെ ഇത്തരം രാഷ്ട്രീയ വിഷയങ്ങളിൽ കോൺഗ്രസിൻ്റെ ഒരു സർക്കാരിന് എങ്ങനെ മുന്നോട്ട് പോകാനാകും എന്നതാണ്. ഓരോ പ്രതിപക്ഷ സംസ്ഥാനത്തും കേന്ദ്ര സർക്കാർ സംഘപരിവാർ രാഷ്ട്രീയം ആഴത്തിൽ ശക്തമായി തന്നെ സംഘപരിവാർ രാഷ്ട്രീയം അവിടെ ആഴത്തിൽ ഏർപ്പെടുത്താനുള്ള എല്ലാ നീക്കങ്ങളും നടത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമായുള്ള വലിയ സങ്കീർണമായ പ്രതിസന്ധികൾ എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. അത് ബംഗാളിൽ കണ്ടിട്ടുണ്ട്, തമിഴ്നാട്ടിൽ കണ്ടിട്ടുണ്ട്, അത് കർണാടകത്തിൽ നടക്കുന്നുണ്ട്, മറ്റെല്ലാ പ്രതിപക്ഷ സംസ്ഥാനങ്ങളിലും അത് ശക്തമായി തന്നെയുണ്ട്. അപ്പോഴാണ് കോൺഗ്രസിൻ്റെ തന്നെ മറ്റൊരു സംസ്ഥാനമായ കേരളത്തിൽ ഇവിടെ എല്ലാം കേന്ദ്ര സർക്കാർ നിശ്ചയിക്കുന്നത് പോലെ നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഏതായാലും ഇവിടെ വലിയ സംശയം വേണമെങ്കിൽ നമുക്ക് തോന്നാവുന്ന തരത്തിലുള്ള നീക്കങ്ങളാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. തീർച്ചയായും അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി മാറുകയാണ് ഇപ്പോൾ വന്ദേ മാതരവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ചീഫ് സെക്രട്ടറി വിശ്വനാഥ് സിൻഹ ഇറക്കിയിരിക്കുന്ന ഈ ഒരു ഉത്തരവ്. PM ശ്രീ ഇപ്പോഴും നടപ്പാക്കും എന്ന് സർക്കാർ ഉറച്ചുറച്ച് പറയുകയാണ്. എനിക്ക് ഏറ്റവും കൗതുകമുള്ളത് മുസ്ലിം ലീഗിൻ്റെ കാര്യത്തിലാണ്. മുസ്ലിം ലീഗിന് എങ്ങനെയാണ് ഇത്തരം നിലപാടുകളോട് യോജിക്കാൻ കഴിയുക എന്നുള്ളതാണ്. മുസ്ലിം ലീഗ് എങ്ങനെയാണ് ഇപ്പോൾ PM ശ്രീയുടെ കാര്യത്തിൽ മുസ്ലിം ലീഗ് ഇപ്പോഴും തള്ളിപ്പറഞ്ഞിട്ടില്ലല്ലോ, ഇത് നടപ്പാക്കില്ല എന്ന് പറഞ്ഞിട്ടില്ല. മറ്റ് പല കാര്യങ്ങളിലും അതുപോലെ തന്നെയാണ്. ഞങ്ങൾ എന്ത് ചെയ്യാനാകും എന്നാണ് മുസ്ലിം ലീഗ് ചോദിക്കുന്നത്. ഇതൊന്നുമല്ല ലീഗ് തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞത് എന്ന് മുസ്ലിം ലീഗ് ഓർത്താൽ നല്ലത്. ഒരു വേള കേന്ദ്രത്തിൻ്റെ വഴിക്കോ എന്നുള്ളതാണ് ചോദ്യം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വി ഡി സതീശൻ, വി ഡി സവർക്കറിൽ നിന്ന് വി ഡി സതീശനിലേക്കുള്ള ദൂരം കുറയുന്നുണ്ടോ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ കുറ്റം പറയാനാവാത്ത കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഒരു ഡസൻ കാര്യങ്ങൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ 82 ദിവസത്തിനുള്ളിൽ കേരളത്തിൽ സംഭവിച്ചിട്ടുണ്ട്. 82 ദിവസങ്ങൾക്കുള്ളിൽ 12 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ആ 12 കാര്യങ്ങളും മുൻനിർത്തിക്കൊണ്ട് ഒരാൾ സംശയിക്കുകയാണ്, വി ഡി സതീശനിൽ നിന്ന് വി ഡി ദൂരം കുറയുന്നുണ്ടോ, വി ഡി സവർക്കറിൽ നിന്ന് വി ഡി സതീശനിലേക്കുള്ള ദൂരം കുറയുന്നുണ്ടോ, ഒരു രണ്ടാം മോഡിയായി വി ഡി സതീശൻ മാറുന്നുണ്ടോ, മോദി സർക്കാർ ഇച്ഛിക്കുന്നതും സംഘപരിവാർ കൽപ്പിക്കുന്നതും ഇവിടെ കേരളത്തിൽ നടപ്പാക്കാനാണോ വി ഡി സതീശൻ സർക്കാർ എന്നാരെങ്കിലും സംശയിച്ചാൽ കുറ്റം പറയാൻ പറ്റില്ല. BJPക്ക് കേരളത്തിൽ 3 MLA-മാരേ ഉള്ളൂ. പക്ഷേ സംഘപരിവാറിന് 105 MLA-മാരുണ്ട് എന്ന മട്ടിലാണ് കേരളത്തിലെ സർക്കാരിൻ്റെ തീരുമാനങ്ങൾ വരുന്നത്. നമുക്ക് ഓരോന്നോരോന്നായി പരിശോധിച്ച് തുടങ്ങാം. ഞാൻ ഏറ്റവും ഒടുവിൽ സംഭവിച്ചതിൽ നിന്ന് തുടങ്ങാം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കേന്ദ്രത്തിൽ വി ഡി സവർക്കറുമായി ബന്ധപ്പെട്ട പരാമർശത്തിൻ്റെ പേരിൽ കോടതി കയറിയൊരു നേതാവുണ്ട്. ആ നേതാവിൻ്റെ പേര് രാഹുൽ ഗാന്ധി എന്നാണ്. വി ഡി സവർക്കറെ ഗാന്ധിയുടെ പ്രതിമയ്ക്ക് നേരെ ഓപ്പോസിറ്റ് പ്രതിഷ്ഠിച്ചതുമായി ബന്ധപ്പെട്ട് നിശിതമായ നിലപാടെടുത്തൊരു പാർട്ടിയുടെ പേര് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നാണ്. ഇന്നും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ദിരാഗാന്ധി ഒരു ഘട്ടത്തിൽ അംഗീകരിച്ചിരുന്നാലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രാഷ്ട്രീയമായി അംഗീകരിക്കാത്ത ഒന്നാണ് വി ഡി സവർക്കറുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പങ്കാളിത്തം എന്ന് പറയുന്നത്. ചരിത്രത്തിൻ്റെ ഭാഗമായി പല ഘട്ടങ്ങളിൽ നമുക്ക് വി ഡി സവർക്കറിനെ ജയിലടച്ചത് കാണാം. വി ഡി സവർക്കറിൻ്റെ ചരിത്രം പഠിക്കുന്നവർക്ക് കൗതുകകരമായി മനസ്സിലാവുന്ന 2 കാര്യങ്ങളുണ്ട്. ജയിലിൽ കൂടുതൽ കാലം കഴിഞ്ഞ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പട്ടികയിൽ ഈ വി ഡി സവർക്കറുണ്ട്. ഏറ്റവും പരമാവധി വി ഡി സവർക്കറാണ് എന്ന് നമുക്ക് നിശ്ചയമില്ല. അങ്ങനെ ക്രോഡീകരിച്ചൊരു ചരിത്രം ലഭ്യവുമല്ല. നമുക്കറിയാവുന്നിടത്തോളം കാലം 14 വർഷക്കാലം അദ്ദേഹം വിവിധ ജയിലുകളിൽ, അതിലേറ്റവും കൂടുതൽ കാലം ആൻഡമാൻ ജയിലിൽ അദ്ദേഹം കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം രത്നഗിരിയിൽ, മഹാരാഷ്ട്രയിൽ കുറേയിടങ്ങളിൽ അദ്ദേഹം വീട്ടുതടങ്കലിന് സമാനമായ അവസ്ഥയിലായിരുന്നു ഒരു 10-13 വർഷം. മൊത്തം നോക്കിയാൽ ഒരു 20-27 വർഷം അദ്ദേഹത്തെ പലതരത്തിൽ തടസ്സപ്പെടുത്തിയിട്ടുണ്ട് ബ്രിട്ടീഷ് സർക്കാർ. പക്ഷേ ഓരോ തവണ തടവിലാക്കപ്പെടുമ്പോഴും
മാപ്പപേക്ഷ നൽകി കേന്ദ്രത്തിൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ ആനുകൂല്യം കൈപ്പറ്റിയ നേതാവിൻ്റെ പേര് കൂടിയാണ് ഈ വി ഡി സവർക്കർ. അതിൽ ഒന്നിലധികം തവണ വി ഡി സവർക്കർ എഴുതിയിരിക്കുന്ന മാപ്പപേക്ഷകൾ പൊതുമധ്യത്തിൽ നമ്മൾ വായിച്ചിട്ടുള്ളതാണ്. എങ്കിലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇടയ്ക്കിടയ്ക്ക് ഈ മാപ്പപേക്ഷ വായിക്കുന്നത് വി ഡി സവർക്കറുടെ രാഷ്ട്രീയത്തിൻ്റെ ചരിത്രം നമ്മുടെ കുട്ടികൾ പഠിക്കും എന്നുള്ളത് കൊണ്ട് മാത്രം ഞാനൊന്ന് വായിക്കാം. 1914 ബ്രിട്ടീഷ് ഗവൺമെൻറ് അവരുടെ അപാരമായ ഔദാര്യത്താലും ദയാവായ്പിനാലും എന്നെ വിട്ടയക്കുകയാണെങ്കിൽ നവോത്ഥാനത്തിൻ്റെ പരമോന്നത രൂപമായ ഇംഗ്ലീഷ് ഗവൺമെൻറ്റിൻ്റെ ശക്തനായ വക്താവായി ഞാൻ മാറുകയും ബ്രിട്ടീഷ് നിയമവ്യവസ്ഥയോട് പരിപൂർണ വിധേയത്വം ഞാൻ പ്രകടിപ്പിക്കുകയും ചെയ്യും. ഓർമ്മിക്കണം, 1914 മഹാത്മാഗാന്ധി ഇന്ത്യയിലേക്ക് എത്തി സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാകാൻ തുടങ്ങുന്ന കാലഘട്ടത്തിന് തൊട്ടു മുമ്പ് 1914 ഇവിടെ വി ഡി സവർക്കർ ആദ്യത്തെ മാപ്പപേക്ഷ കൊടുക്കുന്നത് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ ശക്തനായ വക്താവായി മാറും എന്നാണ്. 1920 ജാലിയൻ വാലാബാഗൊക്കെ കഴിഞ്ഞ് നിസ്സഹകരണ സമര പ്രസ്ഥാനത്തിൻ്റെ തീച്ചൂളയിലേക്ക് ഇന്ത്യ പോകുമ്പോൾ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ പൈതൃക വാതായനങ്ങളിലേക്കല്ലാതെ മറ്റെവിടേക്കാണ് മുടിയനായ പുത്രന് മടങ്ങി വരാനാവുക? ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് മാത്രമേ അത്രയും കാരുണ്യം കാണിക്കാനാകൂ എന്ന് യാചിക്കുന്ന വി ഡി സവർക്കറെയാണ് നമുക്കറിയുക. ആ വി ഡി സവർക്കർ UDF സർക്കാർ ഭരിക്കുന്ന സമയത്ത് മുസ്ലിം ലീഗ് വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുമ്പോൾ ഷംസുദ്ദീൻ വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുമ്പോൾ ആ വിദ്യാഭ്യാസ വകുപ്പിലെ അധ്യാപകർ ചേർന്ന് തയ്യാറാക്കിയിരിക്കുന്ന ഫ്രീഡം ക്വിസിൻ്റെ ഭാഗമായിട്ട് സർക്കാരിൻ്റെ ക്വിസ് മത്സരത്തിൻ്റെ ഭാഗമായിട്ട് AEO കണ്ട് വെരിഫൈ ചെയ്യേണ്ട, AEO കണ്ട് പരിശോധിച്ച് ഉറപ്പിക്കേണ്ട ചോദ്യമായിട്ട് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ്: ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്ന് ഏറ്റവും കൂടുതൽ ശിക്ഷ ലഭിച്ച സ്വാതന്ത്ര്യ സമര സേനാനി. ഈ ഒരൊറ്റ ചോദ്യത്തിലൂടെ നിങ്ങൾ റദ്ദ് കളയുന്നത് എന്താണ്? നിങ്ങൾ ഈ ചോദ്യം ആരോടാണ് ചോദിക്കുന്നത്? LP സ്കൂളിൽ പഠിച്ചു വരുന്ന കുഞ്ഞുങ്ങളോടാണ്. ഈ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ ഈ ചോദ്യം ഏൽപ്പിക്കുന്ന ആഘാതം ചെറുതാണോ? നിങ്ങൾക്ക് ചരിത്രത്തെ റദ്ദാക്കാൻ നിങ്ങൾ ഇതേപോലെയുള്ള ക്വിസ് മത്സരങ്ങളിൽ, ഉപന്യാസ മത്സരങ്ങളിൽ, പ്രസംഗ മത്സരങ്ങളിൽ സ്വാതന്ത്ര്യ സമര സേനാനിയായ വി ഡി സവർക്കറിനെ കുറിച്ച് പ്രസംഗിക്കൂ, സ്വാതന്ത്ര്യ സമര സേനാനിയായ വി ഡി സവർക്കറിനെ കുറിച്ച് ഉപന്യാസം എഴുതൂ എന്ന് 2 ചോദ്യങ്ങൾ കൊടുത്താൽ മതി. അവരുടെ ചരിത്രത്തിൽ, അവരുടെ ബോധത്തിൽ പിന്നെ നിൽക്കുന്നത് ഭഗത് സിംഗിനേക്കാൾ, സുഖദേവിനേക്കാൾ, രാജ്ഗുരുവിനേക്കാൾ രാജ്യത്തെ ഏറ്റവും വലിയ സ്വാതന്ത്ര്യ സമര സേനാനിയായി ഈ വി ഡി സവർക്കർ പ്രതിഷ്ഠിക്കപ്പെടും. അങ്ങനെ വി ഡി സവർക്കറെ പ്രതിഷ്ഠിക്കാനാണോ കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ തീരുമാനം? അതാണോ ഈ അധ്യാപകർ തയ്യാറാക്കിയത്? മറുപടി പറയേണ്ടത് വിദ്യാഭ്യാസ മന്ത്രിയാണ്. ഇത് വിദ്യാഭ്യാസ മന്ത്രി അറിഞ്ഞുകൊണ്ടാണ് എന്ന് ആക്ഷേപിക്കാൻ മാത്രം മണ്ടനല്ല ഞാൻ. കാരണം ഇത് അധ്യാപകരാണ് ഈ ചോദ്യം പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഉത്തരവാദിത്വരഹിതമായി എങ്ങനെയാണ് ഈ സർക്കാരിൻ്റെ കാലത്ത് വി ഡി സവർക്കറെ ബ്രിട്ടീഷ് സർക്കാരിൻ്റെ കാലത്ത് ഏറ്റവും കൂടുതൽ ശിക്ഷ അനുഭവിച്ച സ്വാതന്ത്ര്യ സമര സേനാനിയായി ഒരു അധ്യാപകന് ചിത്രീകരിക്കാൻ കഴിയുന്നത്? അപ്പോൾ ഭഗത് സിംഗ് എവിടെ പോയി? ജീവൻ കൊടുത്ത രാജ്ഗുരു എവിടെ പോയി? സുഖദേവ് എവിടെ പോയി? സ്വാതന്ത്ര്യ സമര സേനാനികളിൽ ജീവൻ മരിച്ചതും ജാലിയൻ വാലാബാഗിൽ പൊലിഞ്ഞുപോയ സ്വാതന്ത്ര്യ സമര സേനാനികൾ എവിടെ പോയി? ഇവരുടെ മുന്നിൽ വി ഡി സവർക്കറെ പ്രതിഷ്ഠിക്കാൻ എന്താണ് ഈ അധ്യാപകന് താല്പര്യം? ആ അധ്യാപകൻ ഉൾക്കൊള്ളുന്ന അധ്യാപക വകുപ്പ് എന്ത് നടപടിയാണ് ഈ നിമിഷം വരെയും എടുത്തത്? ക്വസ്റ്റ്യൻ നമ്പർ 1. അപ്പോൾ സ്വാഭാവികമായി ചോദ്യമുണ്ടാവും, വി ഡി സവർക്കറെ സ്വാതന്ത്ര്യ സമര സേനാനിയായി പ്രതിഷ്ഠിക്കാനുള്ള ഒരു വകുപ്പായി കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് മാറിയോ? ക്വസ്റ്റ്യൻ നമ്പർ 1. ഇനി ഞാൻ വന്ദേമാതരത്തിൻ്റെ കാര്യത്തിലേക്ക് വരാം. വന്ദേമാതരവുമായി ബന്ധപ്പെട്ട് എന്താണ് കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട്? വന്ദേമാതരം നിയമനിർമ്മാണത്തിൻ്റെ ഭാഗമായി വരുന്ന ഘട്ടത്തിൽ പോലും കോൺഗ്രസ് എടുത്ത നിലപാടെന്താ? അതിൻ്റെ പൂർണ്ണ റെസിറ്റേഷൻ കഴിയില്ല, അത് പൂർണ്ണമായും ആലപിക്കാൻ കഴിയില്ല. 1937 കൽക്കട്ടയിൽ നടന്ന ഇന്റർനാഷണൽ കോൺഗ്രസിൻ്റെ സെഷനിൽ വെച്ചെടുത്ത തീരുമാനമാണ്. അത് മതസൗഹാർദ്ദത്തിനെതിരാണ്. മറ്റൊരു മതവിശ്വാസിയെ, ഒരു മതത്തിൻ്റെ ചിഹ്നങ്ങളെ, ഒരു മതത്തിൻ്റെ ദൈവത്തെക്കുറിച്ച് പ്രീതിപ്പെടുത്തുന്ന രീതിയിൽ വാക്കുകൾ ഉച്ചരിക്കാൻ കഴിയില്ല, അങ്ങനെ ആലപിക്കാൻ കഴിയില്ല. അത് മതസൗഹാർദ്ദത്തിന് കളങ്കമേൽപ്പിക്കും. അതുകൊണ്ട് ആദ്യത്തെ 2 സ്റ്റാൻസ മതി എന്ന തീരുമാനമെടുക്കുന്നത് 1937 അത് കൽക്കട്ടയിലെ ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ സെഷനാണ്. അവിടെ നിന്ന് ഇതുവരെ ഒരു ഘട്ടത്തിൽ പോലും നമ്മൾ മാറിയിട്ടില്ല. എങ്കിൽ പൂർണ്ണമായും ആലപിക്കണമെന്ന കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശം പൂർണ്ണമായിട്ടും പാലിക്കണമെന്ന് എങ്ങനെയാണ് വിശ്വനാഥ് സിൻഹ എന്ന കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറി ഉത്തരവിടുക? ആ ഉത്തരവ് എങ്ങനെയാണ് സർക്കാർ അറിയാതിരിക്കുക? അതിന് വിചിത്രമായ മറുപടിയാണ് ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി നൽകിയത്. ആ മറുപടി ഞാൻ വായിക്കാം. സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളിൽ വന്ദേമാതരം പൂർണ്ണമായി ആലപിക്കണമെന്ന സർക്കുലർ പുറത്തു വന്നത് രാജ്ഭവനിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമാണ്. അൺകോട്ട് മിനിസ്റ്റർ. Again, to quote Minister, രാജ്ഭവൻ നൽകിയ നിർദ്ദേശം ചീഫ് സെക്രട്ടറി കൈമാറുക മാത്രമാണ് ചെയ്തതെന്നും ഇത് സംസ്ഥാന സർക്കാരിൻ്റെ സ്വന്തം ഉത്തരവല്ലെന്നും മന്ത്രി വ്യക്തമാക്കി. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ചീഫ് സെക്രട്ടറി ആരുടെ ചീഫ് സെക്രട്ടറിയാ? ഇവിടുത്തെ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ ചീഫ് സെക്രട്ടറി അല്ലേ? ഗവർണർക്ക് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 163 പ്രകാരം അഡ്വൈസ് ചെയ്യാനുള്ള അവകാശം മാത്രമല്ലേ ഉള്ളൂ. അഡ്വൈസ് ചെയ്യേണ്ട, നമ്മളെ ഉപദേശിക്കേണ്ട, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന് ഉപദേശിക്കേണ്ട ഗവർണർ ഒരു ഉത്തരവിട്ടാൽ അത് സംസ്ഥാന സർക്കാരുമായി കൂടിയാലോചിക്കാതെ വകുപ്പുകൾക്ക് അയച്ചു കൊടുക്കലാണോ ചീഫ് സെക്രട്ടറിയുടെ പണി? അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് സാർ ഒരു സർക്കാർ?
ഗവർണറും ചീഫ് സെക്രട്ടറിയും വകുപ്പുകൾക്ക് നിർദ്ദേശങ്ങൾ ഉത്തരവിട്ട് കൊടുക്കാനാണെങ്കിൽ അപ്പോൾ സ്വാഭാവികമായും സംസ്ഥാന സർക്കാർ ചെയ്യേണ്ട റിയൽ എക്സിക്യൂട്ടീവായ മുഖ്യമന്ത്രി ചെയ്യേണ്ട ഉത്തരവാദിത്വം ഗവർണറെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടൊരു മന്ത്രി പറയുകയാണ് രാജ്ഭവൻ നൽകിയ നിർദ്ദേശം ചീഫ് സെക്രട്ടറി കൈമാറുകയാണ്. അങ്ങനെ കഴിയില്ല സാർ. രാജ്ഭവൻ നൽകിയ നിർദ്ദേശമാണെങ്കിൽ PRO കൊടുത്ത നിർദ്ദേശം രാജ്ഭവന് വേണമെങ്കിൽ മറ്റു വകുപ്പുകൾക്ക് കൊടുക്കാം. പക്ഷേ ചീഫ് സെക്രട്ടറി സംസ്ഥാന സർക്കാരിൻ്റെ നയം നടപ്പിലാക്കാനുള്ള, സംസ്ഥാന സർക്കാരിൻ്റെ ചട്ടങ്ങൾ നടപ്പിലാക്കാനുള്ള ഉത്തരവാദിത്വമുള്ള ചീഫ് സെക്രട്ടറി ഈ വന്ദേമാതരത്തിൻ്റെ റെസിറ്റേഷൻ അടക്കം കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശം പൂർണ്ണമായി പാലിക്കണമെന്ന് തൻ്റെ കൈപ്പടയിൽ എഴുതി മറ്റു വകുപ്പുകൾക്ക് നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ്. ഇത് ആരുടെ നിലപാടാണ് സാർ? കേന്ദ്രത്തിൻ്റെ നിലപാട്. VD സവർക്കർ സ്വാതന്ത്ര്യ സമര സേനാനിയാണ്, അദ്ദേഹം ഏറ്റവും കൂടുതൽ കാലം ശിക്ഷ അനുഭവിച്ചയാളാണ് എന്നുള്ളത് ആരുടെ നിലപാടാണ് സാർ? കേന്ദ്രത്തിന്റെ നിലപാട്. അതിപ്പോൾ സംസ്ഥാനത്തിന്റെയും നിലപാടായിട്ട് മാറുന്നു. ഏറ്റവും ഒടുവിൽ ഇനി ഞാൻ പറയാം, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ സത്യപ്രതിജ്ഞാ വേളയിൽ തന്നെ ചർച്ച ചെയ്ത വിഷയമാണ്. വന്ദേമാതരം പൂർണ്ണമായി സത്യപ്രതിജ്ഞാ വേളയിൽ ആലപിക്കുമ്പോൾ അന്ന് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞ വാചകം ഇതാണ്: എനിക്കറിയില്ലായിരുന്നു ഇത് പൂർണ്ണമായിട്ടും ആലപിക്കാൻ പോവുകയാണ് എന്നുള്ള വിവരം എനിക്കറിയില്ലായിരുന്നു എന്നാണ് അന്ന് VD സതീശൻ പറഞ്ഞത്. നമ്മളത് വിശ്വസിച്ചു. പക്ഷേ അങ്ങനെയാണെങ്കിൽ തമിഴ്നാട് സർക്കാർ അത് ആലപിച്ചതിനു ശേഷം അതിനുശേഷം ഗവർണർക്ക് രാജ്ഭവനിൽ ഒരു ഡിസെൻഡിങ് നോട്ട് കൊടുത്തു. സംസ്ഥാന സർക്കാരിന് അങ്ങനെ ഒരു ഡിസെൻഡിങ് നോട്ട് കൊടുക്കാൻ കഴിയുമായിരുന്നില്ലേ? വന്ദേമാതരം പൂർണ്ണ രൂപത്തിൽ ആലപിക്കുക എന്നുള്ളത് ഈ സർക്കാരിൻ്റെ നയമല്ല എന്നത് പറയാനുള്ള ആർജവം എന്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ കാണിക്കാഞ്ഞത്? പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഒരു ഡിസെൻഡിങ് നോട്ടും എഴുതിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ദാറ്റ് ഈസ് പോയിന്റ് നമ്പർ 3. പോയിന്റ് നമ്പർ 4, പ്രിയപ്പെട്ടവരെ, ധവളപത്രം നമ്മുടെ സംസ്ഥാന സർക്കാർ പുറത്തിറക്കി. സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക പ്രയാസങ്ങൾ കാണിക്കുമ്പോൾ ഒരു വരി കൊണ്ട് കേന്ദ്ര സർക്കാർ നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥയെ ഞെരുക്കുന്നു എന്നുള്ളത് എവിടെയെങ്കിലും ഒരു വരി കൊണ്ട്, അരവരി കൊണ്ട്, 2 വാക്കുകൊണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ സാമ്പത്തിക നയത്തിനെതിരെയുള്ള ഒരു പ്രതിഷേധം ഈ പറയുന്ന ധവളപത്രത്തിലുണ്ടായോ? ഉണ്ടായില്ല. ചോദിച്ചപ്പോൾ എന്താണ് നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞത്? കേന്ദ്രവുമായിട്ടുള്ളൊരു ഏറ്റുമുട്ടലിന് ഇപ്പോൾ ഞങ്ങൾ തയ്യാറല്ല എന്നുള്ളതാണ്. നോക്കൂ, നിങ്ങൾ ഏറ്റുമുട്ടുന്നത് ആശയപരമായിട്ടാണ്. കേന്ദ്രത്തിൽ ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ സർക്കാരിനെ ഭരിക്കുന്ന, ഇവിടുത്തെ സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട പാർട്ടിയായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അടുത്തത് ജൂൺ മാസം 1-ാം തീയതി 2026 MG സർവകലാശാലയുടെ VC ആയിട്ട് നിയമിച്ചിരിക്കുന്നത്, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കടുത്ത സംഘപരിവാർ അനുകൂലിയായ D മാവൂത്തിനെയാണ്. ഗവർണർ നിയമിച്ചു കഴിഞ്ഞപ്പോഴും നമ്മൾ ചോദിച്ചു, ഇത് ശരിയാണോ? ഇതിനോടൊരു ശക്തമായിട്ടുള്ള പ്രതിഷേധം വേണ്ടേ? മിണ്ടിയിട്ടില്ല ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി, മിണ്ടിയിട്ടില്ല മുഖ്യമന്ത്രി. ഇപ്പോൾ ഒരു ഏറ്റുമുട്ടലിനില്ല എന്നുള്ളതാണ് പോയിന്റ് നമ്പർ 5. ഏറ്റുമുട്ടലിനില്ലാത്ത 5ാമത്തെ അവസ്ഥ. 6ാമത്തെ സാഹചര്യം പറയാം. സംസ്ഥാന ബജറ്റ് അവതരിപ്പിക്കുന്ന സമയത്തും കേന്ദ്രം നമുക്ക് വെട്ടിക്കുറച്ചതിനെ കുറിച്ചൊരു വാചകം പോലും പറയാതെ സംസ്ഥാന ബജറ്റ് അവതരിപ്പിക്കുന്നു. പോയിന്റ് നമ്പർ 6. പോയിന്റ് നമ്പർ 7, 7ാമത്തെ സാഹചര്യം. സംഘപരിവാർ ബന്ധമുണ്ടെന്ന് KPCCയുടെ തന്നെ ജനറൽ സെക്രട്ടറി M നിയാസ് ആരോപിച്ച N ശേഷാദ്രിനാഥിനെ സംസ്ഥാനത്തിന്റെ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ട് നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവ് വരുന്നു. പറഞ്ഞത് മറ്റാരുമല്ല, KPCCയുടെ ജനറൽ സെക്രട്ടറി സംഘപരിവാർ ബന്ധമുണ്ട് എന്നാരോപിച്ച ഒരാളെ തന്നെ ഇലക്ഷൻ ഓഫീസറായിട്ട് നിയമിക്കുന്നു, ഇലക്ഷൻ കമ്മീഷണറായിട്ട് നിയമിക്കുന്നു. ഇനി ജൂലൈ 11, 2026 സംഘപരിവാർ ബന്ധമുള്ള PS ശരത്ത് ഗവൺമെന്റ് ലീഡറായിട്ട് വരുന്നു. KSUം യൂത്ത് കോൺഗ്രസും അടക്കം അതിൽ വിമർശനം ഉന്നയിക്കുന്നു. ഇനി ജൂലൈ 14, 2026 RSS പരിപാടിയിൽ സർവകലാശാല VC-മാർ പങ്കെടുക്കുന്നതിനെ ആ സമയത്തും വിമർശിച്ചെങ്കിലും ഒരു നടപടി പോലും ആ VC-മാർക്കെതിരെ, ഒരു ഷോക്കോസ് നോട്ടീസ് പോലും ആ VC-മാർക്ക് കൊടുത്തില്ല ഉന്നത വിദ്യാഭ്യാസ വകുപ്പ്. ഇനി ജൂലൈ 21, 2026 കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രതിഷേധമങ്ങ് പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ നടക്കുമ്പോൾ ഒരു മിന്നായം പോലെ കേരളത്തിലെ മുഖ്യമന്ത്രിയെ കാണുന്നു. കേരളത്തിൽ വന്ന മുഖ്യമന്ത്രിയോട് ചോദിക്കുമ്പോൾ മുഖ്യമന്ത്രി പറയുന്നു, ഞാൻ പോയത് അവിടെ മല്ലികാർജുൻ ഖർഗെയുടെ പിറന്നാൾ പരിപാടിയിൽ പങ്കെടുക്കാനാണ്, അപ്പോഴും CJPയുടെ പ്രതിഷേധത്തിൽ പങ്കെടുക്കാനാണ്, ഞാനും പങ്കെടുത്തു എന്ന് പറയാനുള്ള ആർജവം കാണിക്കാതെ പോയത് എന്തുകൊണ്ടാണ്? VD സതീശൻ. ദാറ്റ് ഈസ് പോയിന്റ് നമ്പർ 8. പോയിന്റ് നമ്പർ 9, PMC-യുമായി ബന്ധപ്പെട്ടത് ഇപ്പോഴും ഈ നിമിഷവും നമുക്കറിയില്ല PMC-യുമായി മുന്നോട്ട് പോകുമോ ഇല്ലയോ. കൺവീനർ പറയുന്നു PMC-യുമായി മുന്നോട്ട് പോകും, അതിന് സ്കൂളുകളെ തെരഞ്ഞെടുക്കലാണ് ഉപസമിതിയുടെ ലക്ഷ്യം. ഉപസമിതിയുമായി ബന്ധപ്പെട്ട് ചോദിക്കുമ്പോൾ ഉപസമിതി പറയുന്നു അങ്ങനെ ഒരു തീരുമാനമെടുത്തിട്ടില്ല. എന്തിനാണ് സാർ ഈ കള്ളക്കളി? ഒറ്റ നിലപാടല്ലേ UDF-നുള്ളൂ. PMC കൊക്കിന് ജീവനുള്ളിടത്തോളം കാലം നടപ്പിലാക്കില്ല എന്ന രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കാൻ എന്താ തടസ്സം? പോയിന്റ് നമ്പർ 10, ഇപ്പോൾ നമ്മുടെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ സിസ്റ്റം, നേരത്തെ പിയാസുൽ പറഞ്ഞതുപോലെ കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശം അതേപടി നടപ്പിലാക്കാൻ നമ്മുടെ കിടപ്പ് രോഗികളടക്കം വീട്ടിൽ അവർക്ക് കിട്ടിക്കൊണ്ടിരുന്ന പെൻഷൻ ആനുകൂല്യം കേന്ദ്ര സർക്കാരിൻ്റെ തിട്ടൂരത്തിൻ്റെ ചുവട് പിടിച്ച് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ സിസ്റ്റത്തിൻ്റെ ഭാഗമായി ബാങ്കുകളിലേക്ക് നിക്ഷേപിക്കാൻ പോവുകയാണ്. ഇനി ബാങ്കിൽ അക്കൗണ്ടില്ലാത്ത സാധാരണക്കാരായിട്ടുള്ള ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർ ബാങ്കിൽ അക്കൗണ്ട് എടുക്കാൻ പോകണം. കിടപ്പ് രോഗികളായ മനുഷ്യർക്ക് വീട്ടിലെത്തിയിരുന്ന പെൻഷൻ ഇനി ബാങ്കിൽ നിന്ന് പോയി വാങ്ങേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നു എന്നതാണ് ഇപ്പോൾ പ്രതിപക്ഷം ഉയർത്തുന്ന ആരോപണം. പോയിന്റ് നമ്പർ 11,
അവിടെയും തീർന്നില്ല സാർ. പ്രേക്ഷകർക്കറിയാമല്ലോ, സുഗതൻ എന്നു പേരുള്ള നമ്മളുടെ തിരുവനന്തപുരത്തെ കോർപ്പറേഷന്റെ കൗൺസിലർ, ആ കൗൺസിലർ ഇപ്പോൾ ആ സ്ഥാനത്ത് തുടരാനുള്ള കാരണം ഈ സംസ്ഥാന സർക്കാരിൻ്റെ തദ്ദേശ വകുപ്പിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥ എഴുതിയ ഒരു ഒഫീഷ്യൽ നോട്ടാണ്. കൗൺസിലിൽ ഭൂരിപക്ഷം തെളിയിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ യോഗ്യത തുടരും എന്ന മട്ടിലൊരു കുറിപ്പെഴുതി കൊടുത്തു സംസ്ഥാന സർക്കാർ വിരുദ്ധമായി. RSSലെ ഒരു നേതാവിന് BJPയിലെ കൗൺസിലർക്ക് അനുകൂലമായി നോട്ട് എഴുതാനാണോ ഇവിടെ ഉദ്യോഗസ്ഥൻ ഇരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഇങ്ങനെ ഒന്നൊഴിയാതെ ഒരു ഡസനോളം സാഹചര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. എൻ്റെ ചോദ്യം ഇത്രമേ ഉള്ളൂ, VD സവർക്കറിൽ നിന്ന് VD സതീശനിലേക്കുള്ള ദൂരം കുറയുകയാണ് എന്ന് ഞാൻ ഈ പറഞ്ഞ ഓരോരോ ഘട്ടങ്ങളായി എടുത്ത് നമ്മൾ പരിശോധിച്ചാൽ, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സംശയം തോന്നിയാൽ കുറ്റം പറയാൻ പറ്റുമോ എന്നുള്ളതാണ്. എന്തിനാണ് VD സതീശന് കേന്ദ്ര സർക്കാരിനെ പേടി? പുനർജനിയിൽ അന്വേഷണം പേടിച്ചിട്ടാണോ? EDയും CBIയും അടക്കമുള്ള കേന്ദ്ര ഏജൻസികളെ ഭയന്നിട്ടാണോ? കേന്ദ്ര ഏജൻസികൾ ഈ നാട്ടിൽ വന്ന് മെയ്യും എന്നുള്ളത് കൊണ്ടാണോ? വരാൻ പറയണം സാർ. രാഷ്ട്രീയ നിലപാടിൻ്റെ പേരിൽ ആ നിലപാട് പണയം വയ്ക്കുന്നതിലും നല്ലത് കേന്ദ്ര ഏജൻസികളെ രണ്ടു കൈയും നീട്ടി നെഞ്ചും വിരിച്ച് തലയും ഉയർത്തി സ്വീകരിക്കുന്നതാണ് നല്ലത്. അതിന് പറ്റില്ലെങ്കിൽ ഈ പണി കളഞ്ഞിട്ട് പോകണം സാർ എന്ന് മാത്രമേ പറയാനുള്ളൂ. നമ്മൾ കാത്തിരിക്കുന്നത് ഒരു മതനിരപേക്ഷ സർക്കാരിന് വേണ്ടിയാണ്. ആ മതനിരപേക്ഷ സർക്കാരിന് ചില നയങ്ങളുണ്ട്. ആ നയങ്ങൾ കേന്ദ്ര സർക്കാരിനെ ഭയന്ന് സംസ്ഥാന സർക്കാർ ഉപേക്ഷിക്കരുത് എന്നുള്ളതാണ് എൻ്റെ ടേക്ക് ഈ വിഷയത്തിൽ. അതുകൊണ്ട് ഇവിടെ കേന്ദ്ര സർക്കാരിൻ്റെ വഴിക്കു എന്ന് നോക്കിയാൽ പൂർണ്ണമായും കേന്ദ്ര സർക്കാരിന് വഴങ്ങുന്ന VD സർക്കാർ എന്ന മട്ടിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. ഒരിടവേളയെല്ലാം കേന്ദ്രത്തിൻ്റെ വഴിക്കു എന്നുള്ളതാണ്. മധു, VD സവർക്കർ അങ്ങനെ സ്വാതന്ത്ര്യ സമര സേനാനി, വന്ദേമാതരം അടക്കം പൂർണ്ണമായി ആലപിക്കണമെന്നുള്ള കേന്ദ്ര നിർദ്ദേശം അതേപടി നടപ്പാക്കാൻ ചീഫ് സെക്രട്ടറിയുടെ നിർദ്ദേശം, എല്ലാം കേന്ദ്ര വഴിക്കും. ഇതിൽ അത്ഭുതമുള്ളൊരു കാര്യമെന്ന് പറയുന്നത്, എന്തുകൊണ്ടാണ് കേന്ദ്രത്തിൽ BJPക്കും RSSനുമെതിരെ ശക്തമായ നിലപാടെടുക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി കോൺഗ്രസ്, അതിൻ്റെ ആ കോൺഗ്രസ് അധികാരത്തിലിരിക്കുന്ന ഒരു സംസ്ഥാന സർക്കാർ RSSന്റെ വഴിക്ക് പോകുന്നു, BJPയുടെ വഴിക്ക് പോകുന്നു എന്ന വിമർശനങ്ങൾ നിരന്തരം മറ്റു രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ ഭാഗത്തുനിന്ന് കേൾക്കേണ്ടി വരുന്നു എന്നതാണ്. അത് കൗതുകകരമാണ്. എന്തുകൊണ്ട് ഇങ്ങനെ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാനൊരു ന്യായമില്ല എന്നതാണ്. കാരണം നമുക്ക് വളരെ കൃത്യമായി അറിയാം, കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഒരിക്കലും BJPയുടെ ആശയങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ഒന്നല്ല എന്ന്. എന്നിട്ടും നേരത്തെ ഡോക്ടർ അരുൺകുമാർ എണ്ണി പറഞ്ഞതുപോലെ ഈ ഹണിമൂൺ പീരീഡ് തീർന്നിട്ടില്ല എന്ന് കോൺഗ്രസ് നേതാക്കൾ എപ്പോഴും പറയുന്ന ഈ കാലഘട്ടത്തിനിടയിൽ ഒരു ഡസണിലേറെയുള്ള മാറ്റങ്ങൾ സംഘപരിവാറിന്റെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് അനുകൂലമായി സംഭവിക്കുന്നു എന്നതാണ്. ഇപ്പം അതിലേറ്റവും അവസാനം സംഭവിച്ചൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പം മഞ്ചേശ്വരം സ്കൂൾ ക്യൂസിൽ VD സവർക്കറെ പുകഴ്ത്തി ഒരു ചോദ്യാവലി ഉണ്ടാകുന്നു. ഇത് അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എൻ ശംസുദ്ദീനോ വിദ്യാഭ്യാസ വകുപ്പോ നേരിട്ട് നടത്തുന്ന ഒരു പരീക്ഷയുടെ ഭാഗമായി വന്നതല്ല. ഇത് ഈ സോഷ്യൽ ക്ലബ്ബുമായി ബന്ധപ്പെട്ട അധ്യാപകർ തയ്യാറാക്കിയതാണ്. ഈ അധ്യാപകരിൽ ഒരാൾ സംഘപരിവാറിന്റെ ആശയങ്ങളുള്ള ആളാണ് എന്നതും ഇപ്പോൾ വിശദീകരണമായി വരുന്നുണ്ട്. നോക്കൂ സാർ, അപ്പോൾ സംഘപരിവാറിന്റെ ആശയങ്ങളുള്ള അധ്യാപകർക്ക് വളരെ പേഴ്സണലായി വിദ്യാർത്ഥികളിലേക്ക് ആശയം എത്തിക്കാനുള്ളൊരു വഴിയായിട്ടാണോ ഈ സോഷ്യൽ ക്ലബ്ബുകളടക്കം പ്രവർത്തിക്കുന്നത്? നമ്മൾ സ്കൂളിൽ നിന്ന് പഠിക്കുന്ന വിവരങ്ങളുടെ പ്രത്യേകത എന്താണ്? അത് എല്ലാ കാലത്തേക്കും ഉള്ളതാണ്. അങ്ങനെ LP സ്കൂളിലെയും UP സ്കൂളിലെയും ഒക്കെ വിദ്യാർത്ഥികളുടെ മുന്നിലേക്ക് ആധികാരികമായി പഠിക്കുന്ന അറിവ് എന്ന നിലയ്ക്ക് സവർക്കറുടെ ഈ ദീർഘകാലത്തെ ജയിൽവാസത്തിന്റെ ത്യാഗസമ്പന്നമായ ഓർമ്മകൾ വരികയാണ്. ഇപ്പോൾ നോക്കൂ, കുറച്ചു മുമ്പ് ചർച്ചയിൽ RSSന്റെ പ്രതിനിധി വന്നിരുന്ന് സംസാരിക്കുന്നത്, ഇത്രയും വർഷക്കാലം സവർക്കർക്ക് വീട്ടിനുള്ളിൽ തടങ്കലിൽ കഴിയേണ്ടി വന്നു, ഇത്രയും വർഷക്കാലം ജയിലിൽ തടങ്കലിനുള്ളിൽ കഴിയേണ്ടി വന്നു. ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം മാപ്പെഴുതി എന്നതുമായി ബന്ധപ്പെട്ട് യാതൊരു ആധികാരികമായ രേഖയും പുറത്തില്ല. അത് സർക്കാരിൻ്റെ രേഖയോ അല്ലെങ്കിൽ മറ്റു രേഖകളോ ഇല്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് RSS എപ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ഇപ്പോൾ നോക്കൂ, അത്തരം പരാമർശം, ഗാന്ധിവധവുമായി ബന്ധപ്പെട്ട പരാമർശം നടത്തിയതിൻ്റെ പേരിൽ രാഹുൽ ഗാന്ധിക്ക് പിന്നീട് മാപ്പ് പറയേണ്ടി വന്നു എന്നൊരു വേർഷനും കൂടി ഇപ്പുറത്ത് RSS പറയുന്നുണ്ട്. എപ്പോഴൊക്കെ ഗാന്ധിവധം എന്ന കാര്യം ഉന്നയിച്ച് ഈ കാലഘട്ടത്തിൽ അത് RSSന്റെ ഒരു അജണ്ടയെ അവർ എടുക്കുകയാണ്. എപ്പോഴൊക്കെ ഗാന്ധിവധം എന്ന വാക്ക് ഉന്നയിക്കുന്നുണ്ടോ അപ്പോഴൊക്കെ അത് RSSമായി ക്ലബ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, അപ്പോഴൊക്കെ നിയമപരമായ നടപടികളിലേക്ക് പോകൂ എന്നുള്ളത് അവരുടെ നിർദ്ദേശം. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. ഈ കാര്യങ്ങൾ ഇപ്പോൾ നോക്കൂ, എന്താ സംഭവിച്ചത്? ക്യൂസുമായി ബന്ധപ്പെട്ട വാർത്തകൾ വന്നു, അത് ചർച്ചകളായി വന്നു. അതുമായി ബന്ധപ്പെട്ട് സവർക്കറുടെ ചരിത്രം മുഴുവനും ആവർത്തിച്ച് RSSന് പറയാനുള്ള വേദി ഉണ്ടാക്കപ്പെടുകയാണ്. ഇതാണ് ഉദ്ദേശിക്കപ്പെട്ടത്. ആ ഉദ്ദേശം ഇങ്ങനെ പറയപ്പെടാനും പാടപ്പെടാനും പുകഴ്ത്തപ്പെടാനുമുള്ള ഉദ്ദേശം നടപ്പിലാകുന്നത് ഏത് സംവിധാനത്തിലൂടെയാണ്? പൊതുവിദ്യാഭ്യാസ സംവിധാനത്തിലൂടെയാണ്. അത് നേരത്തെ പറഞ്ഞതുപോലെ വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ട് നടപ്പിലാകുന്നതല്ല, പൊതുവിദ്യാഭ്യാസ സംവിധാനത്തിൽ അത് ഷോക്കേസ് ചെയ്യാനുള്ള അവസരം ഒരുങ്ങുക എന്നതാണ്. ഇനിയിപ്പോൾ ഈ അധ്യാപകനെ കണ്ടുപിടിച്ച് വേണമെങ്കിൽ മെമ്മോ ചോദിക്കാം. അതുകൊണ്ട് എന്താ കാര്യം? നടപ്പിലാക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ്. ഇനി അതുപോലെ നടപ്പിലാക്കപ്പെട്ട മറ്റൊന്നാണ്, ഇവിടെ വാഴോട്ടുകോണം കൗൺസിലർ ആർ സുഗതന്റെ അയോഗ്യതയുമായി ബന്ധപ്പെട്ട് വലിയ ചോദ്യങ്ങൾ ഉയർന്നു.
എന്താണ് തിരുവനന്തപുരത്തെ മേയർ വി വി രാജേഷ് യാതൊരു സംശയവും ആശങ്കയും ഇല്ലാതെ മാധ്യമങ്ങളോട് പറഞ്ഞെന്നറിയാമോ? ആർക്കും ഒരു അയോഗ്യതയും ഉണ്ടാകില്ല. ഉണ്ടായോ? ഇല്ല. അതിന് വേണ്ടത് ആഭ്യന്തര വകുപ്പിൽ നിന്നാണെങ്കിൽ, അതിന് വേണ്ടത് തദ്ദേശ വകുപ്പിൽ നിന്നാണെങ്കിൽ ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു. അതിലൊരു ഉദ്യോഗസ്ഥർ സസ്പെൻഡ് ചെയ്യപ്പെട്ടു. കാര്യം നടന്നോ? കാര്യം നടന്നു. അതിനാരും ഉത്തരവാദിത്വം പറയും? ഈ സംവിധാനത്തിനുള്ളിൽ നിന്ന് എന്താണോ BJPയുടെ രാഷ്ട്രീയ ലക്ഷ്യം അതിനനുകൂലമായ നിലപാടെടുത്തു. ആശ്വസിപ്പിക്കുന്ന തരത്തിലൊരു കത്ത് ചെന്നു, അത് നടപ്പിലാക്കി, ലീവ് കിട്ടി. യാതൊരു തരത്തിലുള്ള അയോഗ്യതാ പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല. അപ്പോൾ BJPയുടെ രാഷ്ട്രീയ അജണ്ട നടപ്പിലാക്കാനുള്ള സംവിധാനം, RSSന്റെ രാഷ്ട്രീയ അജണ്ട നടപ്പിലാക്കാനുള്ള സൗകര്യം ഈ സംവിധാനങ്ങളിൽ ഉണ്ടാകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നോക്കിപ്പം ഭരണപരമായ കാര്യങ്ങൾ അത് തീരുമാനിക്കേണ്ടത് ആരാണ്? ലോക്ഭവനിൽ നിന്നാണോ? ഗവർണർക്ക് എങ്ങനെയാണ്? നേരത്തെ യോഗാ ദിനവുമായി ബന്ധപ്പെട്ട് ഗവർണർ മീറ്റിംഗ് വിളിക്കുന്നു. സംസ്ഥാനത്തെ ഉദ്യോഗസ്ഥരെ മുഴുവനും മീറ്റിംഗ് വിളിച്ച് ഈ കാര്യങ്ങൾ ഇന്നത് ചെയ്യണം എന്ന് നിർദ്ദേശിക്കാനുള്ള അധികാരം അദ്ദേഹത്തിന് എവിടെ നിന്നാണ് കിട്ടുന്നത്? സർക്കാർ അതിൽ ഇടപെടേണ്ടേ? നമ്മളെല്ലാവരും ആ ചോദ്യങ്ങൾ ഉന്നയിച്ചു. അതുമായി ബന്ധപ്പെട്ട് പിന്നീട് മറുപടി ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ലോക്ഭവന്റെ നിർദ്ദേശപ്രകാരമാണ് ഇങ്ങനെ ഒരു ഉത്തരവിറങ്ങിയത് എന്ന് വിദ്യാഭ്യാസ മന്ത്രി പറയുന്നു. അപ്പോൾ ഇനി സർക്കാർ ഓർഡറുകളെല്ലാം ഈ സെക്രട്ടറിക്ക് നേരിട്ട് ഗവർണർ അറിയിച്ചാൽ മതിയോ? പിന്നെന്തിനാണ് വകുപ്പ്? ഗവർണർക്ക് നേരിട്ട് ഓരോ വകുപ്പിലും ചീഫ് സെക്രട്ടറി നേരിട്ട് വിളിച്ച് ഓരോ സെക്രട്ടറിമാരും ഇറക്കേണ്ട ഉത്തരവും അതിന്റെ രീതിയും അറിയിക്കാനാണ് എങ്കിൽ പിന്നെ എന്തിനാണ് വകുപ്പ് മന്ത്രിമാർ? ഇപ്പം ഈ വകുപ്പ് എന്തിനാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള ചോദ്യമുണ്ടല്ലോ. അപ്പം ആരുടെ നയമനുസരിച്ചാണ്? ലോക്ഭവനാണോ നയം? സർക്കാർ ഉദ്യോഗസ്ഥർ പ്രവർത്തിക്കേണ്ടത് ആരുടെ നയമനുസരിച്ചാണ്? ലോക്ഭവന്റെ നയമനുസരിച്ചാണോ സർക്കാരിന്റെ നയമനുസരിച്ചാണോ അതോ രണ്ടും ഒന്നാണോ എന്ന ചോദ്യമാണ് ഉണ്ടാകുന്നത്. ഇപ്പൊ നോക്കൂ, ഈ പട്ടികയിൽ ഏറ്റവും അവസാനം വരുന്ന ഒരു കാര്യം, സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളിൽ വന്ദേമാതരം മുഴുവനുമായും ആലപിക്കണമെന്ന് ചീഫ് സെക്രട്ടറി തദ്ദേശ വകുപ്പ് സെക്രട്ടറിക്ക് നൽകിയിരിക്കുന്ന കത്തുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഈ വിവാദങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്നത്. ഈ തദ്ദേശ വകുപ്പ് സെക്രട്ടറിക്ക് അയച്ചിരിക്കുന്ന കത്തിൽ വളരെ വ്യക്തമായി പറയുന്ന കാര്യം എന്താണ്? അത് ഈ എന്താണോ കേന്ദ്രത്തിന്റെ ഡയറക്ഷൻ അതനുസരിച്ച് പൂർണ്ണമായും അനുസരിച്ചുകൊണ്ട് വന്ദേമാതരം ആലപിക്കണം എന്നുള്ളതാണ്. ഈ സെന്റൻസ് അതിലില്ല എന്ന് വെക്കുക, എന്താ സംഭവിക്കുക? വന്ദേമാതരം ആലപിക്കണം എന്നതേ ഉള്ളൂ. വന്ദേമാതരം എങ്ങനെ ആലപിക്കണം? സംസ്ഥാന സർക്കാരിന്റെ ഈ ആഘോഷ പരിപാടിയുമായി ബന്ധപ്പെട്ട അജണ്ടയ്ക്കനുസരിച്ച്, നോട്ടീസ് അനുസരിച്ച് ആലപിക്കാം. മുഴുവനും ആലപിച്ചില്ലേ, ആരെന്തു ചെയ്യും? കേന്ദ്രം ഇങ്ങോട്ട് നോട്ടീസ് അയക്കുമോ? നോട്ടീസ് അയച്ചിട്ടുണ്ടെങ്കിൽ മുഴുവനുമായും ആലപിക്കണം എന്ന ഡയറക്ഷൻ ഇതിനകത്ത് ഉണ്ടായിരുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഇതൊന്നും ചെയ്യാതെ എന്താണ് വന്ദേമാതരത്തിന് ദേശീയ പദവി നൽകുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ഡയറക്ഷൻ എന്താണോ അത് പൂർണ്ണമായും അംഗീകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അത് കൃത്യമായി ഈ ഓർഡറിന്റെ ഭാഗമാകുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? താല്പര്യം എന്ന് പറയുക. ആ താല്പര്യ പ്രകടനം എവിടെ നിന്നുണ്ടായി എന്നതാണ് ചോദ്യം. ഇനി മാത്രമല്ല, ഏറ്റവും കൂടുതൽ വിമർശനം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന മറ്റൊരു കാര്യം എന്താണ്? അത് സർവകലാശാലകളുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. അതിനോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ N ശേഷാദ്രിനാഥിനെ നിയമിച്ചതുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. ഈ കാര്യങ്ങളിൽ ഏറ്റവും വലിയ വിമർശനം ഉന്നയിച്ചത് എവിടെ നിന്നാണ്? കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെയാണ്. PM നിയാസ് വിമർശിക്കപ്പെട്ടു. KSUവും അതിനോടൊപ്പം തന്നെ ലോയേഴ്സ് കോൺഗ്രസും വിമർശിക്കപ്പെട്ടു. ഇതൊക്കെ ഈ സംവിധാനങ്ങൾ ഒന്നും അറിയാതെ ഒരു ഏകജാലക സംവിധാനത്തിലൂടെ RSSന്റെ അജണ്ട നടപ്പിലാകുന്നത് എങ്ങനെയാണ് എന്ന വിമർശനത്തിന് ആരാണ് മറുപടി പറയുക? ഇനിയിപ്പോൾ ഇത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വന്ദേമാതരം ആലപിക്കണം എന്ന നിർദ്ദേശം കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അപ്പോൾ കേന്ദ്ര സർക്കാർ ഈ നിർദ്ദേശം നൽകിയപ്പോൾ നമുക്കത് പൂർണ്ണമായും പാലിക്കേണ്ട ഉത്തരവാദിത്തമുണ്ട് എന്ന് പറയുക. ആ ഉത്തരവാദിത്തം വരുന്നത് ഈ ഒരൊറ്റ വരിയിൽ നിന്നാണ്. ആ വരി എങ്ങനെ വന്നു എന്ന കാര്യം കൂടി പറഞ്ഞ് മനസ്സിലാക്കേണ്ടതുണ്ട് എന്നതാണ്. VC-മാർ RSSന്റെ പരിപാടിയിൽ സർവകലാശാല VC-മാർ പങ്കെടുത്തു. എന്താ സർക്കാർ ചെയ്തേ? ഒന്നും ചെയ്തില്ല. ഒരു വിശദീകരണം പോലും ചോദിച്ചില്ല എന്നുള്ളതാണ്. ഇനി കോൺഗ്രസിന്റെ കാലത്ത്, CPM ഭരിക്കുന്ന കാലത്ത് MR അജിത് കുമാർ RSS മേധാവികളുമായി കൂടിക്കാഴ്ച നടത്തി. ഇവിടെ എത്ര വലിയ വിമർശനമാണ് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. ഇപ്പൊ പറയുന്നത് എന്താ? ഉദ്യോഗസ്ഥർ ആ നിലയ്ക്ക്, ഇപ്പൊ തദ്ദേശ വകുപ്പിലെ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു. ഉദ്യോഗസ്ഥർ ആ നിലയ്ക്ക് RSSന്റെ അജണ്ട നടപ്പിലാക്കാൻ ശ്രമിച്ചാൽ അവർ പുറത്തിരിക്കും എന്നാണ് പറയുന്നത്. അത് ഉദ്യോഗസ്ഥരുടെ മാത്രം ഉത്തരവാദിത്തമാണ്, യാതൊരു തരത്തിലും രാഷ്ട്രീയമായ ഒരു ഡയറക്ഷന്റെ പേരിലല്ല. അപ്പൊ പിന്നെ MR അജിത് കുമാറുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ആ വിമർശനം? MR അജിത് കുമാറുമായിട്ട് ബന്ധപ്പെട്ട് മറ്റു പല കാര്യങ്ങളിലും പാർട്ടി താല്പര്യം, CPM താല്പര്യം എന്നുള്ള കാര്യങ്ങൾ ഉന്നയിക്കാം. അന്ന് ഉന്നയിച്ച വിവാദവും വിമർശനവും എന്ന് പറയുന്നത്, ഈ സംഘപരിവാർ നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ച വിമർശനം എന്ന് പറയുന്നത് RSSനും CPM-നും ഇടയിലുള്ള പാലം എന്ന നിലയ്ക്ക് MR അജിത് കുമാർ പ്രവർത്തിച്ചു എന്നുള്ളതാണ്. അപ്പൊ പിന്നെ ഈ ഉദ്യോഗസ്ഥരെയും ആ നിലയ്ക്ക് പാലം എന്ന് വിമർശിക്കാമല്ലോ, വിശേഷിപ്പിക്കാമല്ലോ. അപ്പൊ ആ പാലം നിർമ്മാണം കോൺഗ്രസിൽ എങ്ങനെ നടക്കുന്നു എന്നതാണ് ചോദ്യം. അതിന് ഏറ്റവും ഈ ഒരു ഡസൻ വ്യതിയാനങ്ങളിൽ ഏറ്റവും അവസാനത്തെ 2 ഉദാഹരണങ്ങളാണ്. ഒന്ന് വന്ദേമാതരവുമായി ബന്ധപ്പെട്ട കാര്യവും ഒന്ന് ക്വിസ് കോമ്പറ്റീഷനുമായി ബന്ധപ്പെട്ട കാര്യവും. ആ ചോദ്യം വരുന്നത് അത്ര നിഷ്കളങ്കമായിട്ടല്ല
എന്നെങ്കിലും സമ്മതിക്കണം. ആന്റോ അഗസ്റ്റിൻ, ഇത് കേന്ദ്രത്തിന്റെ വഴിക്കാണോ എല്ലാം? നമ്മൾ കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത്. കാരണം എന്താ, ഫിസിക്കലായി നടത്തുന്ന സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടിയിൽ ദേശീയ പതാകയ്ക്കൊപ്പം വന്ദേ മാതരം പാടണം എന്നുള്ള പറഞ്ഞിട്ട് ഒരു ഉത്തരവിറക്കുകയാണ്. എങ്ങനെയാണ് ഈ ഉത്തരവിറക്കുന്നത്? ചോദിക്കുമ്പോൾ ഒരു മന്ത്രി പറയുകയാണ് എന്താ ഗവർണറുടെ ഓഫീസിൽ നിന്ന് നിർദ്ദേശപ്രകാരമാണ് ഇത് ഇറക്കുന്നത് എന്ന് പറയുകയാണ്. ഞാൻ ഈ 1986 യഹോവ സാക്ഷി എന്ന് പറഞ്ഞൊരു ക്രിസ്ത്യൻ വിഭാഗത്തിൻ്റെ 3 കുട്ടികളുടെ ഒരു സ്കൂളിൽ എണീറ്റ് നിന്ന് ജനഗണമന സദാനന്ദപുരം അതെ സദാനന്ദപുരം ജനഗണമന പാടുന്ന സമയത്ത് എണീറ്റ് നിന്നു. പക്ഷേ അവർ പാടിയില്ല. അതുകൊണ്ട് ആ 3 കുട്ടികളെ സ്കൂളിൽ നിന്ന് പുറത്താക്കിയ സമയത്ത് നമ്മുടെ ബിജോയ് ഇമ്മാനുവൽ എന്ന് പറഞ്ഞ അന്ന ആൾ സുപ്രീം കോടതി വരെ പോയി. അപ്പോൾ സുപ്രീം കോടതി അന്ന് പറഞ്ഞത് ജനഗണമനക്കെതിരായി അല്ലെങ്കിൽ അതിനെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ എന്തെങ്കിലും പെരുമാറിയാൽ മാത്രമാണ് അവർക്ക് നടപടി സ്വീകരിക്കാൻ കഴിയുള്ളൂ. അതാണ് ബിജോയ് ഇമ്മാനുവൽ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറഞ്ഞൊരു ഓർഡർ ഇറങ്ങി. ആ ഓർഡറിൽ പറയുന്നത് ഇങ്ങനെയാണ്, ജനഗണമനക്കെതിരായി അല്ലെങ്കിൽ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്താൽ മാത്രമേ നടപടി സ്വീകരിക്കാൻ പറ്റുള്ളൂ എന്നുള്ള നിലയിലേക്കാണ്. പാടണം എന്ന് നിർബന്ധിക്കാൻ കഴിയില്ല, ജനഗണമന വരെ പാടണം എന്ന് നിർബന്ധിക്കാൻ കഴിയില്ല എന്ന് പറയുന്ന സുപ്രീം കോടതി വിധിയുണ്ട്. അതിനുശേഷമാണ് 40 വർഷം കഴിഞ്ഞിട്ട് 86-ലാണ് 40 വർഷം കഴിഞ്ഞിട്ട് ഇപ്പോൾ എന്ത് ചെയ്യുന്നു, നിങ്ങൾ പാടണമെന്ന് സർക്കാർ ഉത്തരവിറക്കുന്നത്. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, കേരളം ഈ നൂറ്റാണ്ടിൽ എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളതാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത്രയും നാളും ഇല്ലാത്ത കുറേ ശീലങ്ങൾ കോൺഗ്രസ് പഠിച്ചിരിക്കുന്നു. ആ കോൺഗ്രസ് അതുമായി മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. അരൂർ സാർ പറഞ്ഞോളൂ, 86 ദിവസം കൊണ്ട് 14 കേന്ദ്ര നിർദ്ദേശങ്ങളാണ് കേരളത്തിൽ. ഏതുമായി ബന്ധപ്പെട്ടിട്ടാണ് കേന്ദ്ര നിർദ്ദേശം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ജനങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി നടപ്പിലാക്കുന്ന നിർദ്ദേശങ്ങളല്ല, താല്പര്യങ്ങൾ. അതെ, സംഘപരിവാറിൻ്റെ താല്പര്യങ്ങൾ മാത്രം 14 എണ്ണം എന്ന് പറഞ്ഞാൽ 3 ദിവസത്തിൽ ഒരു നിലപാട് നടപ്പിലാക്കി പോവുകയാണ്. 3 ദിവസം പോകുമ്പോൾ ഒരു സംഘപരിവാർ എന്താണോ കേരളത്തിൽ ഇച്ഛിക്കുന്നത് അത് നടപ്പിലാക്കി പോവുകയാണ്. അതെന്താണ്, നേരത്തെ മധു പറഞ്ഞതുപോലെ പൊതുവിദ്യാഭ്യാസ രംഗത്താണ്. പൊതുവിദ്യാഭ്യാസ രംഗത്ത് എന്താണ്, കാരണം നിങ്ങൾ പ്രായപൂർത്തിയ ആൾക്കാർക്ക് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല. കാരണം അവർക്ക് എന്താണ് കേരളത്തിൻ്റെ അവസ്ഥ എന്നും ഇന്ത്യയുടെ മതേതര ബോധം എന്താണെന്നും കേരളത്തിലെ ജനങ്ങൾക്ക് നല്ല ബോധ്യമുള്ളതുകൊണ്ട് അത് മനസ്സിലാക്കിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ എന്താണ്, കുരുന്നുകളുടെ ഉള്ളിൽ ഇത് കുത്തിവെക്കുകയാണ്. അപ്പോൾ അതാണ് ഇവർ ആഗ്രഹിക്കുന്നത്, ഇതാണ് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നതും. അതിനെ നല്ല രീതിയിൽ പ്രചരിപ്പിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, PM ശ്രീയുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം പ്രചരണങ്ങൾ കിട്ടിയവർക്ക് ഇല്ലേ? ഈ പറയുന്ന യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് ഈ സംഘപര അനുകൂലികളെ അപ്പോയിൻറ്റ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ഗുണങ്ങൾ ഇവർക്ക് കിട്ടി, മനസ്സിലായില്ല? ഇപ്പോൾ എറണാകുളത്ത് യൂണിവേഴ്സിറ്റിയിൽ CJPയുടെ പാർട്ടിയുടെ പടം വെച്ചു എന്ന് പറഞ്ഞിട്ട് അവർക്ക് കിട്ടേണ്ട ഇൻസെൻറ്റീവ് കിട്ടില്ല. ഹൈക്കോടതി പോയിട്ടാണ് വാങ്ങിയത്. ഇന്നലെ പാർട്ടിയുടെ പടം വെച്ചു എന്നാണ് CJP സമരവുമായി ബന്ധപ്പെട്ട് പാർട്ടിയുടെ പടം വെച്ചു എന്ന് പറഞ്ഞാൽ ഇവിടെ VC തടഞ്ഞു വെക്കുകയാണ്, ഫണ്ട് ഇഷ്യൂ ചെയ്യുന്നില്ല. അപ്പം ആ രീതിയിലേക്ക് കേരളം പോലൊരു സംസ്ഥാനം പോവുകയാണ്. അപ്പം ഇത് എങ്ങനെയാണ്, ഇതാരാണ് തടയേണ്ടത്? ഇതാരാണ് ഇതിൻ്റെ ഉത്തരവാദി എന്ന് പറയുന്നത്? ഇതിൻ്റെ ഉത്തരവാദി എന്ന് പറയുന്നത് തടയേണ്ട ആളെന്ന് പറയുന്നത് ആരാണ്? മുഖ്യമന്ത്രിയാണ്, അല്ലേ? ഈ സ്റ്റേറ്റ് ഭരിക്കുന്ന സ്റ്റേറ്റിൻ്റെ നാഥനായ മുഖ്യമന്ത്രിയാണ്. അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥ ചീഫ് സെക്രട്ടറിയാണ്. അവർ തന്നെ നിർദ്ദേശം കൊടുക്കുകയാണ്. പിന്നെ അതിനൊക്കെ അപ്പുറം എന്താണുള്ളത്? അപ്പോൾ ഇപ്പോൾ അതിൽ പറയുന്നത് എന്താണ്? കേന്ദ്ര സർക്കാരിൻ്റെ നിബന്ധന പ്രകാരം അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം, കേന്ദ്രത്തിൻ്റെ നിർദ്ദേശപ്രകാരം, ഗവർണറുടെ നിർദ്ദേശപ്രകാരം. കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശങ്ങൾ ഈ കാലത്ത് മുഴുവൻ ഉണ്ടായിട്ടുണ്ടെന്ന് എന്തുകൊണ്ട് കേരളത്തിൽ നടപ്പായില്ല? ഗവർണറുടെ നിർദ്ദേശം ഈ കാലത്ത് മുഴുവൻ ഉണ്ടായിട്ടുണ്ട്, എന്തുകൊണ്ട് നടപ്പിലായിട്ടില്ല? അത് നടപ്പിലാകാത്തത് എന്തുകൊണ്ടാണ്? ഇച്ഛാശക്തിയുള്ള സർക്കാരുകളായിരുന്നു ഇതിന് മുമ്പ് ഭരിച്ചിട്ടുള്ളതുകൊണ്ടാണ്. അതുകൊണ്ടാണ് കേരളത്തിൽ ഒരു മതേതര ബോധം ഉണ്ടായതും. അതുകൊണ്ടാണ് ഇന്ന് ഈ മതേതര ബോധമുള്ള ജനങ്ങൾ VDC സർക്കാർ അധികാരത്തിൽ കയറ്റിയതും, അല്ലേ? ഈ ലീഗിൻ്റെ ഒരു അവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത്. ഇന്ന് ലീഗിൻ്റെ 2 പ്രധാനപ്പെട്ട നേതാക്കന്മാർ, ഒന്ന് മഞ്ചേശ്വരം MLA പറയുകയാണ് ഇതെങ്ങനെ സംഘപരിവാർ അജണ്ട കേരളത്തിൽ നടപ്പിലാക്കാൻ സമ്മതിക്കില്ല. ആരോടെ പറയുന്നത്? സ്വന്തം മന്ത്രിയോടാണ്. ലീഗിൻ്റെ സ്വന്തം മന്ത്രിയോട് ഫേസ്ബുക്ക് പോസ്റ്റിലാണ്. രണ്ടാമത് MK മുനീർ പറയുന്നത് എന്താണ്? ഇതെങ്ങനെ ഇവിടെ നടപ്പിലായി എന്ന് അന്വേഷിക്കണം. മനസ്സിലായോ? അപ്പോൾ ഈ 2 നേതാക്കന്മാർക്ക്, ലീഗിൻ്റെ UDFിൻ്റെ പ്രധാനപ്പെട്ട 2 നേതാക്കന്മാർക്ക് ഇവർ കൊടുക്കുന്ന മെസ്സേജ് എന്താ? ഇന്ന് കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രി വേണം, ഞാൻ അറിഞ്ഞിട്ടില്ല ഈ സംവിധാനം, ഞാൻ അറിഞ്ഞിട്ടില്ല. പ്രധാനപ്പെട്ട ഘടകകക്ഷി ഇത് അറിയുന്നില്ല, പ്രധാനപ്പെട്ട രണ്ടാമത് നിൽക്കുന്ന പാർട്ടിയുടെ മന്ത്രി ഇത് അറിയുന്നില്ല, ഘടകകക്ഷി നേതാക്കന്മാർ അറിയില്ല, ഈ പറയുന്ന ഉദ്യോഗസ്ഥന്മാർ ഈ പറയുന്ന പ്രധാനപ്പെട്ട പാർട്ടി നേതാക്കന്മാർ അറിയുന്നില്ല. പിന്നെ എങ്ങനെയാണ് ഈ അജണ്ടകൾ കേരളത്തിൽ നടപ്പിലാകുന്നത്? എങ്ങനെയാണ് നടപ്പിലാകുന്നത്? അപ്പോൾ ഇത് നടപ്പിലാക്കാൻ ഒരു സംവിധാനം നിൽക്കുന്നു എന്നുള്ളതാണ്. അതിന് കുടപിടിക്കുന്ന ആളായി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി മാറി എന്നുള്ളതാണ്. അപ്പം ഇത് നേരത്തെ അരുൺ സാർ പറഞ്ഞതുപോലെ കേരളത്തെ സംബന്ധിച്ചോളം ഇതിനെ ഓപ്പോസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഇതിനെ തകർക്കുന്നതിന് വേണ്ടിയിട്ടും നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ എന്താണ് ഈ തൃശ്ശൂർ പൂരം കലക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒറ്റ പ്രശ്നം ഉണ്ടായിട്ടുള്ളൂ കേരളത്തിൽ, അല്ലേ? മാസങ്ങളോളം ചർച്ച ചെയ്തു.
2 ഇലക്ഷൻ സമയത്ത് അത് ബാധിച്ചത്. പഞ്ചായത്ത് ഇലക്ഷൻ സമയത്തും നിയമസഭാ ഇലക്ഷൻ സമയത്തും. എന്താണ് ഈ പറയുന്ന അജിത് കുമാർ, MR അജിത് കുമാർ RSSന്റെ നേതാവുമായിട്ട് ചർച്ച നടത്തി എന്നുള്ള ഒറ്റ കാരണമാണ്. എത്ര നാളാണ് ഇവർ കൊണ്ടുവരുന്നത്? അത് ഇത് വെച്ച് നോക്കുമ്പോൾ അത് 100-1 100-1. അപ്പം നിലപാടെന്ന് പറയുന്ന സാധനത്തിന് 5 പൈസയുടെ വില ഇവർ കൊടുത്തിട്ടില്ല. 5 പൈസ. എന്ത് നിലപാടാണെന്നൊക്കെ, ഏത് രീതിയിലാണ് ഇതിനെ കൈകാര്യം ചെയ്യുന്നതെന്നുള്ളതാണ്. സംഘപരിവാർ വലിയ സംവിധാനങ്ങളെ മുഴുവൻ കൂടെ പിടിച്ച് നിർത്തി മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഇതിന് എന്താ പറയുക, ഇവർ പേടിക്കുന്നത് ആരെയാണ് പേടിക്കുന്നത്? സത്യം വിളിച്ചു പറയാനുള്ള ധൈര്യമില്ല. സത്യം വിളിച്ചു പറയുന്നത് വിമർശിച്ച നിലപാട് ഇപ്പോൾ എവിടെ എന്നതാണ് ചോദ്യം. വിമർശിച്ച നിലപാടില്ല, അത് നേരത്തെ പോയല്ലോ. അങ്ങനെയാണെങ്കിൽ ആദ്യം കാണുന്നത് PM ശ്രീയിലല്ലായിരുന്നോ? PM ശ്രീയിൽ അറബിക്കടലിലെറിയും എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് എങ്ങോട്ടാണ് PM ശ്രീ കൊണ്ടുപോയത്? അത് ഞങ്ങൾ പ്രതിപക്ഷത്തിരിക്കുന്നു പറയുമ്പോൾ നിലപാടാണ്, അതൊന്നും നടപ്പിലാക്കാൻ കഴിയില്ല എന്ന് പറയുന്ന പാർട്ടിയാണിത്. ഞങ്ങൾ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ പല കാര്യങ്ങളും പറയും, അതൊന്നും ഇവിടെ നടപ്പിലാക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. പറയുന്നതൊന്ന്, പ്രവർത്തിക്കുന്നതൊന്ന്, പറയുന്നതും നിലപാടും എല്ലാം എന്താണ്? ഞങ്ങൾ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ പല കാര്യങ്ങളും പറയും. ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ പറഞ്ഞിട്ടില്ലേ? അപ്പം ഞാൻ ചോദിക്കുന്നത്, രാഹുൽ ഗാന്ധിനെയും പ്രിയങ്ക ഗാന്ധിനെയും ദേശീയ നേതൃത്വത്തിനെയും ഇവർ വില വെക്കുന്നില്ല എന്നുള്ളതാണ്. ഒരു കാര്യത്തിൽ ഞാൻ പറയും, നിങ്ങൾ ഈ പ്രധാനപ്പെട്ട വിഷയങ്ങളെല്ലാം എടുത്ത് നോക്കിക്കേ ഇല്ലേ? ഈ CJP സമരവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ പ്രശ്നമുണ്ടായി. എവിടെയാണ് കേസെടുത്തത്? ബാക്കി BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ അവർ കേസ് വിഡ്രോ ചെയ്തു. കേരളത്തിലെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അപ്പോൾ ഇത് ആരോടാണ് പറയുക? ഇതാരാണ് കേൾക്കുക? കേൾക്കുന്നവരും പറയുന്നവരും നിങ്ങളെ എങ്ങനെ അടിച്ചമർത്താം എന്ന് നോക്കുന്ന രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. എങ്ങനെ നിർത്താൻ പറ്റും, ഈ സംസാരിക്കുന്നവരെ എങ്ങനെ നിർത്താൻ പറ്റും എന്ന് ആലോചിച്ച് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം എന്താണ്? കേരളത്തെ സംബന്ധിച്ചിടത്തോളം RSS BJP അജണ്ട നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് 102 MLA എന്നുള്ളതാണ്. 102. ഒരു MLA പോലും പ്രതികരിക്കുന്നുണ്ടെന്നില്ലല്ലോ. കേരളത്തിലെ UDFന്റെ ഏതെങ്കിലും ഒരു MLA, ഒരേ ഒരാളാണ് ഞാൻ പറയുന്നത്, ഈ മഞ്ചേശ്വരത്ത് നടന്നുകൊണ്ട് മാത്രം മഞ്ചേശ്വരം MLA എന്ന് പ്രതികരിച്ചു അല്ലേ? വേറെ ഒരു MLAൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ കണ്ടോ? ഒരു MLAൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടില്ലല്ലോ, ഒരാളുടെയും കാണുന്നില്ലല്ലോ. ഒരു മന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റോ അത് ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയല്ലേ? ഇതിന് ന്യായീകരിക്കുകയാണ്. ഇവർക്ക് ആ നിലപാടുണ്ടെങ്കിൽ ഇവർക്ക് ഇത് മുന്നോട്ട് പോകണം. കേരളത്തിൻ്റെ ഒരു മതേതര നിലപാടുമായി മുൻനിർത്തി മുന്നോട്ട് പോകണമെങ്കിൽ ആഗ്രഹിക്കുമ്പോൾ ഇതിനെതിരെ പ്രതികരിക്കില്ലേ? ഇന്നേ അവർ പ്രതികരിക്കുന്നത് നമ്മൾ കണ്ടോ? ഇവരത് പ്രതികരിക്കില്ല എന്നുള്ളത് മാത്രമല്ല, നാളെ ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ നടപ്പിലാക്കുന്നത്. അപ്പം 60 ലക്ഷം ആൾക്കാരെ ബാധിക്കുന്ന പ്രശ്നമാണ് ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട കാര്യം അല്ലേ? 60 ലക്ഷം ആൾക്കാരെ ബാധിക്കുന്ന പ്രശ്നം. എന്താണ് അതിന് എഴുതി വെച്ചിരിക്കുന്നത്? തുടക്കത്തിൽ തന്നെ കേന്ദ്ര നിർദ്ദേശപ്രകാരം കേരളത്തിൽ ആൾക്കാരുടെ വീട്ടിൽ കൊണ്ടുകൊടുക്കുന്ന പൈസ എന്ത് ചെയ്യണ്ട? ഇനി വീട്ടിൽ കൊടുക്കണ്ട, അക്കൗണ്ടിൽ കൂടെ വേണമെങ്കിൽ കിട്ടും. ഈ പെൻഷൻ എങ്ങനെ അവസാനിപ്പിക്കാം, മുടക്കാമെന്ന് ഇതിനു മുൻപ് നമ്മുടെ ഗ്യാസ് കുറ്റിയുമായി ബന്ധപ്പെട്ട സബ്സിഡി നമുക്ക് കിട്ടുമായിരുന്നല്ലോ. എങ്ങനെയൊക്കെ അത് കയ്യിൽ കിട്ടിക്കൊണ്ടിരുന്നതാണ് അല്ലേ? അല്ലെങ്കിൽ ഗ്യാസ് കുറ്റി കുറച്ച് കിട്ടുമായിരുന്നു. ഇപ്പം എങ്ങനെയാ അവസ്ഥ? നിങ്ങൾക്കെല്ലാം അക്കൗണ്ടിൽ വരുമെന്ന് പറഞ്ഞു. ഇപ്പം അക്കൗണ്ടിൽ വരുന്നുണ്ടോ? അക്കൗണ്ടിൽ പോയതിൻ്റെയൊക്കെ അവസ്ഥ അങ്ങനെയാണ്. കാരണം അക്കൗണ്ടിൽ വന്നോ എന്നറിയാൻ വേണ്ടി 3 പ്രാവശ്യം ബാങ്കിൽ പോകണം, എന്നാൽ മാത്രമേ അക്കൗണ്ടിൽ വന്നോ എന്ന് അറിയാൻ പറ്റുള്ളൂ. ഇനി അക്കൗണ്ട് ഇല്ലാത്ത ആൾക്കാരെ, ഇപ്പം ഞാൻ പറയുന്ന പ്രധാനപ്പെട്ട ഒരു 75 വയസ്സിന് ശേഷമുള്ള ആൾക്കാർ, അതിനേക്കാളും മുതിർന്ന ആൾക്കാർക്ക് അവർക്ക് കാര്യമായിട്ട് മൊബൈൽ നോക്കാനോ മെസ്സേജ് നോക്കാനോ സംവിധാനം നോക്കാനോ ഒന്നും അറിയില്ല. പക്ഷേ എന്താണ്, അവർ കിടപ്പ് രോഗികളല്ല എന്ന് വെക്കുക. അപ്പോൾ ആരെങ്കിലും ഒരാളെ ആശ്രയിക്കണം. നീ ഇതൊന്ന് പോയി എടുത്തോണ്ടെത്താ, എനിക്ക് പൈസ വന്നോ എന്ന് നോക്കണം, അല്ലെങ്കിൽ വന്നോ ഇല്ലയോ എന്ന് നോക്കണം എന്നുള്ള നിലയ്ക്ക് ഇവർ ആരെങ്കിലും ഒരാളെ ആശ്രയിക്കണമല്ലോ. ഇത്രയും നാളും അങ്ങനെയല്ല. ഇത്രയും നാളും പെൻഷൻ വരുന്ന ദിവസം വീട്ടിലിരുന്നാൽ മതി, ഒരാൾ കൊണ്ടുവന്നിട്ട് ഇതാ അമ്മ ഈ മാസത്തെ നിങ്ങളുടെ പെൻഷൻ എന്ന് പറഞ്ഞ് ഒരാൾ കയ്യിൽ കൊടുക്കും. അവരത് ഫിസിക്കലായി അത് വയ്ക്കുകയും അവരുടെ ഒരു സ്വകാര്യ സ്വത്തായി സൂക്ഷിച്ച് വെക്കുകയും ചെയ്യും. മനസ്സിലായി? പല മക്കളൊക്കെ വരുമാനം കൊടുത്താലും മക്കളുടെയൊക്കെ സംവിധാനത്തിൽ ജീവിച്ചു വരുന്ന അച്ഛനമ്മമാരുടെ കയ്യിലൊരു സ്വകാര്യ സ്വത്തായിരിക്കുന്ന പൈസയാണ്. ചിലപ്പോൾ 10 മാസത്തെ പൈസയും 8 മാസത്തെ പൈസ എന്നൊക്കെ പറഞ്ഞാൽ 10-30,000 രൂപ ഉണ്ടാവും. അതൊരു സ്വകാര്യ സ്വത്തായിരുന്നു. ഇപ്പം എന്താവും? ഈ 30,000 അവരുടെ കയ്യിലുണ്ട്. അവർക്കൊരു ബലമാണ്, കറയുന്ന ഒരു ബലമാണ്. അതിന് പകരം ഇപ്പം എന്താവും സംഭവം? ഏതോ അക്കൗണ്ടിൽ കിടക്കുന്നുണ്ട്, ഏതോ ATM അവൻ എടുത്തുകൊണ്ട് കൊടുത്തില്ലെങ്കിൽ കൊടുത്തില്ല. കാരണം ഒരുത്തൻ്റെ കയ്യിൽ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഈ മക്കളെ അമ്മേനെയൊക്കെ നല്ല രീതിയിൽ നോക്കാത്ത കുട്ടികളൊക്കെ ഉള്ള കാലമല്ലേ, അവരെടുത്ത് കൊടുത്തിട്ട് നീ പോയി എടുത്തിട്ട് കൊണ്ടുപോകാനേ എന്ന് പറഞ്ഞാൽ എടുത്തോണ്ട് വന്ന് കൊടുത്താൽ കിട്ടിയില്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ വലിപ്പം അവർക്ക് മനസ്സിലാവുന്നുണ്ടോ ആവോ? ഇതൊന്നും മനസ്സിലാകുന്നില്ല. അത് 60 ലക്ഷം ആൾക്കാരെ ബാധിക്കുന്ന ഒരു വിഷയത്തിൽ എടുക്കുന്ന നിലപാടുകൾ ഇതൊക്കെ ചൂണ്ടിക്കാണിക്കുന്ന സമയത്തും ഇത് ചൂണ്ടിക്കാണിക്കാൻ പാടില്ല. അപ്പം തന്നെ 6 പോയിന്റ് ഇട്ട് ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്നാമത്തെ പോയിന്റാണ് എനിക്ക് ഏറ്റവും ഇതായിട്ട് തോന്നിയത്. എന്താണെന്നറിയോ? ഈ ഇടനിലക്കാർ, ഈ കൊടുക്കുന്ന ആൾക്കാർക്ക് കൊടുക്കുന്ന പണമില്ലേ, അത് ലാഭിക്കാം. ഒന്നാമത്തെ കാര്യമാണ്. അത് അവിടെ എന്താണ്, ഒരു ജനക്ഷേമ പ്രവർത്തനം നടക്കുന്ന സമയത്ത് അതിനെ ലാഭം നോക്കുകയാണ്. അതവിടെ കൊടുക്കുന്നവർക്ക് അത് ലാഭിക്കാം. രണ്ടാമത്തെ കാര്യം, ഇത് കൊടുക്കുന്ന താമസിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഇപ്പം മാധുവിൻ്റെ വീട്ടിൽ ഒരാൾ സുഖമില്ലാതിരിക്കുകയാണ്, 2 ദിവസം അവിടെ ഇല്ല.
മൂന്നാമത്തെ ദിവസം ഇല്ലാത്ത ദിവസമാണല്ലോ അവിടെ കൊണ്ടുതരിക, ഉള്ള ദിവസം അവിടെ കൊണ്ടുതരാൻ കഴിയുമായിരുന്നു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്താണ്? ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആ പൈസ തിരിച്ചടച്ചില്ലെങ്കിൽ അത് ആ അമ്മ വരുന്നത് വരെ ചിലപ്പോൾ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. ഇവരെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടച്ചിട്ട് നെക്സ്റ്റ് ഡേ കൊണ്ട് അവിടെ ബാങ്കിൽ അടയ്ക്കണം എന്നാണ് പറയുന്നത്. അപ്പം ഇതൊക്കെ പറയുന്ന ന്യായീകരണങ്ങളാണ് ഈ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് ന്യായീകരണമായിട്ട് പുറത്തേക്ക് വരുന്നത് എന്നുള്ളതാണ് വളരെ കഷ്ടം എന്നുള്ളതല്ല. ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾ അല്ലെങ്കിൽ മതേതര കേരളം കാണുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മളിത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അർജുൻ ആയങ്കിക്ക് വേണ്ടിയിട്ട് കേരളത്തിലുടനീളം പ്രത്യേകിച്ച് തൃശ്ശൂരിൽ വലവിരിച്ച് കാത്തിരിക്കുക പോലീസും അർജുൻ ആയങ്കിയും കളിയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നോക്കൂ, TG മോഹൻദാസ് എന്ന് പറയുന്ന ഒരു ബൗദ്ധിക പ്രമുഖ് ഇപ്പോൾ ഈ വാർത്തകളൊക്കെ കണ്ട് വളരെ റിലാക്സ് ചെയ്തിരിപ്പുണ്ട്. എന്താണ് അദ്ദേഹത്തിന് മേൽ ചാർത്തപ്പെട്ടിരിക്കുന്ന കുറ്റം? ഒന്ന് ആലോചിച്ച് നോക്കൂ. CJP വിദ്യാർത്ഥികളെക്കുറിച്ച് പറഞ്ഞതെന്താണ്? നമ്മുടെ ഈ നാട്ടിൽ പെൺകുട്ടികളും പ്രതികരിക്കുന്നവരും മതേതര നിലപാടുള്ള സ്ത്രീകളും കൂട്ടബലാത്സംഗം ആഗ്രഹിക്കുന്നവരാണ് എന്ന വൃത്തികെട്ട അഭിപ്രായം പറഞ്ഞിട്ട് അത്തരം ഒരു അഭിപ്രായ പ്രകടനം നടത്തുന്നയാളെ തൊടാൻ അടുത്തേക്ക് RSS പോലും തള്ളിപ്പറഞ്ഞൊരു വർഗീയ വിഷജീവിയെ തൊടാൻ പോലീസിന് സാധിച്ചിട്ടില്ല. അർജുൻ ആയങ്കിക്ക് പിന്നാലെ അർജുൻ ആയങ്കിക്ക് അറസ്റ്റ് ചെയ്തോട്ടെ, പക്ഷേ അതിൻ്റെ 10-1 താല്പര്യം മോഹൻദാസിൻ്റെ കാര്യത്തിൽ കാണിച്ചിട്ടില്ല പോലീസ് എന്നുള്ളതും എടുത്തു പറയണം. അപ്പോൾ എല്ലാം കേന്ദ്രത്തിൻ്റെ വഴിക്കോ എന്നുള്ളതാണ് ചോദ്യം. യെസ് എന്നാണ് 4 പേരുടെയും അഭിപ്രായം. Meet the editors.